പേഴ്സണാലിറ്റിക്ക് ശേഷം സെവൻത്ത് യൂണിറ്റിൽ അടുത്ത വരുന്ന ടോപ്പിക്ക് മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലൊരു ഗോൾ ഉണ്ടാവുമല്ലോ. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നീഡ് വരികയാണെങ്കിൽ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ബിഹേവിയേഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ആക്ഷനെയും കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും ആ ബിഹേവിയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. അപ്പോൾ മോട്ടിവേഷനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ 3 ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേതാണ് വില്ലിങ്നെസ്. വില്ലിങ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഴ്സൺ എത്രമാത്രം റെഡിയാണ്, അല്ലെങ്കിൽ ആ പേഴ്സന്റെ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ ഡിസയറിനെയാണ് നമ്മൾ വില്ലിങ്നെസ്, അയാൾ എത്രമാത്രം വില്ലിങ് ആണ്. പിന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ആ പേഴ്സൺ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, അയാൾ അപ്ലൈ ചെയ്യുന്ന എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടാണ് ആ ഒരു ഇൻറ്റൻസ് എഫേർട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്രമാത്രം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഓവർ ടൈം, സമയം പോകുന്നതിനനുസരിച്ച് വീണ്ടും 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 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ. ഈവൻ ഫെയിലിയർ വന്നാലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാണോ. അപ്പോൾ ഒരു ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും, വില്ലിങ്നെസ്സും ഉണ്ടാകും, ഇൻറ്റൻസ് ആയിട്ടുള്ള എഫേർട്ടും ഉണ്ടാകും, അതുപോലെ തന്നെ പെർസിസ്റ്റൻസും ഉണ്ടാകും. അപ്പോൾ മോട്ടിവേഷന് സമയത്ത് നമുക്കൊരു 3 എലമെന്റ്സിനെ പറ്റി മനസ്സിലാക്കാം. അതായത് ഒന്ന് അതിൻ്റെ ഒരു ഇന്റേണൽ സ്റ്റേറ്റ്, രണ്ട് അതിൻ്റെ പാർട്ടായിട്ട് വരുന്ന എക്സ്റ്റേണൽ റിവാർഡ്, ആൻഡ് മൂന്നാമത്തത് അതിൻ്റെ പ്രോസസ് ഓഫ് എൻകറേജ്മെന്റ്. ഒന്നാമത്തത് എന്താണ്, മോട്ടീവാണ്. മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡ് എന്നും പറയാം. അതാണ് നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റിൽ വരുന്നത്. ഈ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും. ആ ഒരു ഇന്റേണൽ സ്റ്റേറ്റ് ആണ് ഈ പേഴ്സന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം അങ്ങനെ കുറവുണ്ട്, അയാൾക്ക് എന്തോ ഒരു ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് അയാൾ അറിയിക്കുന്നത് ഈ ഒരു മോട്ടീവ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും, നമുക്കൊരു തേഴ്സ്റ്റി ഫീൽ ഉണ്ടാകും. ഈ തേഴ്സ്റ്റി ഫീലിംഗ് ആണ് നമ്മുടെ ഒരു ഇന്നർ സ്റ്റേറ്റ് അല്ലെങ്കിൽ മോട്ടീവ് ആയിട്ടിരിക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ വെള്ളം തിരയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാക്ക് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്ന ഫീലിങ്ങിനെ, ആ ഒരു ഡെഫിഷ്യൻസിനെയാണ് നമ്മൾ നീഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് മോട്ടിവേറ്റേഴ്സ്. മോട്ടിവേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവാർഡ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോട്ടിവേറ്റഡ് ആയിട്ടുള്ളത്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഒരു സ്പെസിഫിക് എൻറ്റിറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു എലമെന്റ് എന്താണോ അതാണ് നമ്മുടെ മോട്ടിവേറ്റർ അല്ലെങ്കിൽ റിവാർഡ്. ഒരു തേഴ്സ്റ്റി ആയിട്ടുള്ള പേഴ്സണെ സംബന്ധിച്ച് അയാളുടെ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് വെള്ളമായിരിക്കും. അപ്പോൾ അതാണ് അവിടുത്തെ മോട്ടിവേറ്റർ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഈ കഷ്ടപ്പെട്ട് നെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഈ നെറ്റ് അല്ലെങ്കിൽ ജെആർഎഫ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് നമ്മുടെ മോട്ടിവേറ്റർ ആയിട്ട് വരുന്നത്. ഈ മൂന്നാമത്തെ എലമെന്റ് മോട്ടിവേറ്റിംഗ് ആണ്. മോട്ടിവേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. മോട്ടിവേറ്റിംഗ് എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് ഒരു റിവാർഡ് കൊടുത്ത് ഒരു പേഴ്സണെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ റിവാർഡ് വഴി നമുക്ക് അയാളിൽ ഒരു മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആ ഒരു ആക്റ്റീവ് പ്രോസസ്സിനെയാണ് നമ്മൾ മോട്ടിവേറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പേഴ്സണെ കൊണ്ട് ഒരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മോട്ടിവേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് തരാം, പ്രൊമോഷൻ തരാം, ആന തരാം, ചക്ക തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഓരോന്ന് തരാമെന്ന് പറയുന്ന സമയത്ത് ആ ഒരു സാധനം കാരണം നമ്മൾ കൂടുതലായിട്ട് പണിയെടുക്കും, നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മോട്ടിവേറ്റിംഗ് എന്നതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ മോട്ടിവേഷണൽ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മോട്ടിവേഷൻ സൈക്കിൾ എന്ന് പറയും. മോട്ടിവേഷൻ സൈക്കിൾ ഒരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്, സൈക്ലിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് മോട്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇന്റേണൽ ഡെഫിഷ്യൻസി ഉണ്ടാകും, എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു കുറവുണ്ടാക്കും. അത് എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസിനെ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ ആ ഒരു മോട്ടിവേഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് നീഡാണ്. നീഡ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഇന്നർ സ്റ്റേറ്റ്, ആ ഒരു ഇന്നർ സ്റ്റേറ്റിൽ എന്താ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സാധനം കുറവുണ്ട്, എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് ബോഡിയുടെ ഉള്ളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകും, ഓക്കെ നമ്മളിപ്പോൾ വെള്ളം കുടിക്കണം, വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തായി, തേഴ്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് വെള്ളത്തിന്റെ കുറവുണ്ട്, ആ ഒരു വെള്ളത്തിന്റെ നീഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തത് എന്താണ്, ടെൻഷൻ.
അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ലാക്ക് കാരണം ടെൻഷൻ ഫോം ആകും. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫീലിംഗ് ഓഫ് വെറി അല്ലെങ്കിൽ ഒരു അൺഈസി ഫീൽ ആയിരിക്കും. അതെന്തായിരിക്കും, നമുക്ക് ആ ഒരു സാധനം ഡെഫിഷ്യൻസിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അത് എങ്ങനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിൽ എന്നുള്ള ഒരു ത്വര ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ടെൻഷനായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു തേഴ്സ്റ്റി പേഴ്സണെ സംബന്ധിച്ച് അയാൾക്ക് എന്തായിരിക്കും, വെള്ളം കിട്ടുന്നത് വരെ അയാൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, എന്തൊക്കെയൊക്കെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. ആ ഒരു ഫീലാണ് ടെൻഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസിനെ അഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പം ഭയങ്കരമായിട്ട് ദാഹിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യുന്ന വേറൊരു കാര്യങ്ങളിലൊന്നും നമുക്കൊരു മോട്ടിവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലൈക്ക് വേറൊരു കാര്യം ചെയ്യാനൊന്നും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇവിടുന്ന വെള്ളം കിട്ടുക, എവിടെ എന്താ വെള്ളം ഇല്ലാത്ത, ഞാൻ വെള്ളം ഇല്ലാതെ ചത്തു പോകും നിർത്തിട്ടുള്ള ആ ഒരു ടെൻഷനായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ആ ഒരു അൺഈസി ആയിട്ടുള്ള ഫീലാണ് ടെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടെൻഷൻ വഴി ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഫോം ചെയ്യും. അപ്പോൾ ടെൻഷനെ ലെവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെൻഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേഴ്സൺ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അവരുടെ ആ ഒരു ഗോൾ, ഇവിടെ ദാഹിക്കുകയാണെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞതാണ് ആ പേഴ്സൻ്റെ ഗോൾ. അപ്പോൾ അങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കും. അപ്പം അങ്ങനെ നമ്മളൊരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ കാണിച്ച് വെള്ളത്തിനടുത്ത് എത്തി. അടുക്കളയിലാണ്, ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ എന്തായി, നീഡ് സാറ്റിസ്ഫാക്ഷൻ ആയി. അപ്പോൾ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ എന്താണ്, അവിടെ ഒരു ഗോൾ ഫുൾഫിൽമെൻറ്റ് നടന്നാൽ അതിന് നമ്മൾ പറയും നീഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. അപ്പോൾ നീഡ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്ത് ചെയ്യും, പിന്നെ എവിടെയെങ്കിലും പോയിട്ട് അടുത്ത പണി നോക്കി ജീവിച്ചോളും. പക്ഷെ എല്ലായ്പ്പോഴും നമ്മൾ ഗോളിൽ റീച്ച് ചെയ്തു എന്ന് ഓർത്ത് മാത്രം നീഡിൻ്റെ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നടക്കണം എന്ന് നിർബന്ധമില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഭയങ്കര ദാഹിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു ബോട്ടിലിൻ്റെ അടിയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അത്രയും വെള്ളം തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് എന്ത് മതിയാവില്ല, അത് പോരാ, എനിക്ക് കുറച്ചും കൂടെ വേണം എന്നുള്ളൊരു തോന്നലുണ്ടാകും. അപ്പോൾ നമ്മൾ ആ ഒരു ഗോളിൽ റീച്ച് ചെയ്താലും വാട്ടറിൽ റീച്ച് ചെയ്താലും നമ്മുടെ നീഡ് സാറ്റിസ്ഫൈഡ് ആയോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഫീഡ്ബാക്ക് സിസ്റ്റം ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ, ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നീഡ് ശരിക്കും സാറ്റിസ്ഫൈഡ് ആയോ, ഒരു സാറ്റിസ്ഫാക്ഷൻ സംഭവിച്ചിട്ടുണ്ടോ, അഡക്വേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യത്തിന് കിട്ടിയോ എന്നുള്ളതൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടി എന്നുള്ള ഇൻഫർമേഷൻ പോകും, കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുള്ള ഇൻഫർമേഷൻ പാസ്സാകും. അങ്ങനെയാണ് നമ്മളെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഒരു നീഡ് ഉണ്ടാകും, നീഡിൽ നിന്ന് നമുക്ക് ആ ഒരു ഡ്രൈവ് ഫോം ചെയ്യും, ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തര ആ ഒരു ടെൻഷൻ ഫോം ആകും. അതിൽ നിന്ന് നമുക്ക് ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് വരും. അതുവഴി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമുക്ക് എങ്ങോട്ട് പോകും, ഫീഡ്ബാക്കായിട്ട് വീണ്ടും കിട്ടും. അപ്പോൾ ഫീഡ്ബാക്കായിട്ട് എല്ലാം സെറ്റായി എന്നാണെങ്കിൽ കുഴപ്പമില്ല, സെറ്റായില്ല ഇനിയും ദാഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ. ഇനി മോട്ടിവേഷൻ്റെ ടൈപ്സിലോട്ട് പോയാൽ, ഒന്ന് നമുക്ക് മോട്ടിവേഷനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പോസിറ്റീവ്, നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഗോളിൻ്റെ അങ്ങോട്ട് പുഷ് ചെയ്യുകയാണോ അതോ അതിനെ പുള്ള് ചെയ്യുകയാണോ എന്നുള്ളത് നോക്കിയിട്ടാണ്. ഇപ്പോൾ പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഡിസൈഡ് ആയിട്ടുള്ള ഗോളിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേഴ്സൺ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസിൽ നമുക്കൊരു ക്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യണം, ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഭയങ്കര പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നെഗറ്റീവ്ലി മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ അയാൾക്കൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യുന്നുണ്ടാകുക. ഇപ്പൊ നമുക്കാണെങ്കിൽ കുറെ EMI അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്, കുടുംബത്തിന്റെ പ്രാരാബ്ദമുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് കാരണം മാത്രം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടാകും. അപ്പോൾ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതെങ്കിൽ അതിനെയാണ് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുക. പക്ഷേ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയും. രണ്ടാമത്തെ എലമെന്റ് വരുന്നത് ബേസിക് ആൻഡ് ലേൺഡ് മോട്ടീവ്സ് ആണ്. നമ്മൾ ബയോളജിക്കലി ഇൻഹെറിറ്റഡ് കിട്ടുന്നതാണോ അതോ നമ്മൾ സോഷ്യൽ എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്തെടുക്കുന്നതാണോ എന്നുള്ളത്. ഇപ്പോൾ ബേസിക് അല്ലെങ്കിൽ പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്, നമ്മുടെ ഒരു ഹ്യൂമൻസിലും ആനിമൽസിലും ഈ സാധനം നമുക്ക് കോമൺ ആയിട്ട് കാണാം. അത് ബയോളജിക്കലായിട്ട് വരുന്ന എലമെന്റ്സ് ആണ്. ഹങ്കർ, തേഴ്സ്, സെക്സ്, പെയിൻ അവോയ്ഡൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ലേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ ഇത് ഓവർ ടൈം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് നമ്മൾ സൊസൈറ്റിയിൽ ലേൺ ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലേൺഡ് അല്ലെങ്കിൽ സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഇപ്പം അച്ചീവ്മെൻറ്റ്, പവർ, റെക്കഗ്നിഷൻ, ലവ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, ലേൺ ചെയ്തെടുത്തതാണ്.
പിന്നെ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമുക്ക് എന്തായാലും ഫെമിലിയർ ആയിരിക്കും. ഇത് ഇത് നമ്മുടെ ഉള്ളിൽ നിന്നാണോ അതോ എൻവറോൺമെന്റിൽ നിന്നാണോ, എവിടെയാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട്. അപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു ബിഹേവിയർ നമ്മൾ പെർഫോം ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പനിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരിക്കും. അപ്പോൾ ഈ മോട്ടിവേറ്റർ ആ ഒരു റിവാർഡ് എവിടെയാണ് കിടക്കുന്നത്? ഇൻഡിവിജ്വലിന്റെ പുറത്താണ്, എക്സ്റ്റേണൽ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അപ്പം എവിടെയായിരിക്കും? നമ്മുടെ ഉള്ളിലായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമുക്ക് ആ ഒരു കാര്യം ഇഷ്ടമായതുകൊണ്ട്, നമുക്കത് പേഴ്സണലി റിവാർഡിങ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഒരു കാര്യം അത് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. നമ്മൾ പല ഹോബീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിന് ആരും അവർ ഇത്ര 100 പേജ് വായിച്ചാൽ അവർക്ക് ആരും 100 രൂപയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. അവർക്ക് വായിച്ചു കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുന്നു, അതുകൊണ്ട് അവർ വായിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻട്രിൻസിക് മോട്ടിവേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഡ്രൈവാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗെയിൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് മോട്ടിവേഷൻ്റെ തിയറീസ് ആണുള്ളത്. ആദ്യം നമുക്ക് തിയറീസിനെ കോണ്ടന്റ് തിയറീസ് എന്നും പ്രോസസ് തിയറീസ് എന്നും പറയാം. കോണ്ടന്റ് തിയറീസിൻ്റെ ഉള്ളിൽ മാസ്ലോയുടെ തിയറി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് പേഴ്സണാലിറ്റിയിൽ, അതുകൊണ്ട് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ 2 ഫാക്ടർ തിയറി വരുന്നുണ്ട്, പിന്നെ 3 നീഡ് തിയറി, എക്സ് ആൻഡ് വൈ, അതുപോലെ ERG തിയറി, മായോന്റെ തിയറി വരുന്നുണ്ട്, ഇക്വിറ്റി തിയറി, റൂമിന്റെ തിയറി, ടൈലർ, ബന്ധൂരയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. സ്കിന്നറിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് ഗോൾ സെറ്റിംഗ് തിയറി. അപ്പോൾ ഇതും പിന്നെ കുറച്ച് വേറെ തിയറീസും കൂടെ ഉണ്ട്. അതൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോണത് കോണ്ടന്റ് തിയറീസ് ആയിരിക്കും. അപ്പോൾ കോണ്ടന്റ് തിയറിൻ്റെ ഉള്ളിൽ എന്താണ് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ആ ഒരു വാട്ട് എലമെന്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ്, ഡിസൈർസ്, എന്താണ് ഒരാളെ ബിഹേവിയറിന്, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതെന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കോണ്ടന്റ് തിയറീസ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ നമുക്ക് ബേസിക് ആയിട്ട് ഇൻസെൻറ്റീവ് തിയറി ഉണ്ട്. ഇൻസെൻറ്റീവ് തിയറി ഓഫ് മോട്ടിവേഷൻ പറയുന്നതനുസരിച്ച് നമ്മൾ ബിഹേവിയേഴ്സ് ഒരു എക്സ്റ്റേണൽ റിവാർഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു ബിഹേവിയേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഒരു ഇന്റേണൽ നീഡ് മാത്രം വെച്ചിട്ടല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ആക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു റിവാർഡിനോടുള്ള എക്സ്പെക്റ്റേഷൻ അവരെ പുള്ളി ചെയ്യാണ്. അങ്ങനെ പുള്ളി ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മളെ മുന്നിലായാലും ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കിപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നുള്ളത് കൊണ്ടായിരിക്കും കുറേ ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മളെ മുന്നിൽ എവിടെ തൂക്കിയിട്ടിട്ടുണ്ടാവും, അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നതാണെന്ന് പറയുന്നതാണ് ഈ ഒരു ഇൻസെൻറ്റീവ് തിയറി ഓഫ് മോട്ടിവേഷൻ വരുന്നത്. അപ്പോൾ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സ്റ്റിമുലിനെ ബേസ് ചെയ്തിട്ടാണ് ബിഹേവിയർ വരുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീസ് ആയിരിക്കും ഉണ്ടാവുക, അതായത് റിവാർഡ് സീക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. ഇപ്പം നമുക്കൊരു കാര്യം എന്തെങ്കിലും നല്ലത് കിട്ടുന്നുള്ളതാണെങ്കിൽ നമുക്ക് അതിനെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവുക. നെഗറ്റീവ് ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവോയ്ഡൻസ് ബിഹേവിയർ ഉണ്ടാവുക. നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ പനിഷ്മെന്റ് ആണ് കിട്ടാൻ വേണ്ടി പോണേന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. അതാണ് നെഗറ്റീവ് ഇൻസെൻറ്റീവിൽ വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ഹൈ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയി കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എന്താണ് ഇൻസെൻറ്റീവ് തിയറിയുടെ പാർട്ടായിട്ട് വരുന്നതാണ്. അടുത്ത തിയറി വരുന്നതാണ് ERG തിയറി. ERG തിയറി ആൽഡർഫറിൻ്റെ ഒരു തിയറിയാണ്. ERG തിയറി നമ്മുടെ മാസ്ലോയുടെ തിയറി ആ ഒരു ഹൈറാർക്കീനെ ഒന്നും കൂടെ പൊളിച്ചെഴുതി അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പുള്ളി കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് ERG തിയറി വരുന്നത്. അപ്പോൾ ഈ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ലോയുടെ തിയറി ഹ്യൂമൻ നീഡ്സിനെ അത്ര ആക്യുറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തില്ല. നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുക, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ERG തിയറി അനുസരിച്ചിട്ട് മാസ്ലോയുടെ 5 ലെവൽസ് ഉണ്ടല്ലോ, ഈ 5 ലെവൽസിന് 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 ലെവൽസിലോട്ട് ERG തിയറിയിലോട്ട് വന്നു. അപ്പോൾ ERGയിൽ വരുന്നത് എക്സിസ്റ്റൻസും, R വരുന്നത് റിലേറ്റഡ്നെസ്സും, G വരുന്നത് ഗ്രോത്തുമാണ്. അപ്പോൾ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യമായിട്ടുള്ള മാസ്ലോയുടെ ഇപ്പോൾ ഒരു ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് എടുത്തിട്ട് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, നമുക്കൊന്ന് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ.
അതാണ് എക്സിസ്റ്റൻസിന് വരുന്നത്. രണ്ടാമത്തേത് റിലേറ്റഡ്നെസ് ആണ്. ഇവിടെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ടെൻഡൻസീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മാസ്ലോയുടെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്സും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഈ ഒരു എസ്റ്റീമിന്റെ എലമെന്റും കൂടെ ചേരുമ്പോഴാണ് ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്താണ് റിലേറ്റഡ്നെസ് വരുന്നത്. ഇനി ഗ്രോത്ത് നീഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള ഡിസയറും കാര്യങ്ങളുമാണ് ഗ്രോത്ത് നീഡിൽ വരിക. മാസ്ലോയുടെ കാറ്റഗറിയിൽ എസ്റ്റീം നീഡും അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷനും കൂടെ ചേരുമ്പോഴാണ് ഗ്രോത്ത് നീഡ് വരുന്നത്. എസ്റ്റീം നീഡിന്റെ കുറച്ച് എലമെന്റും ഉണ്ടാകും, അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാകും. അപ്പോൾ എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത് ഇത് ചേർന്നിട്ടാണ് ERG തിയറി വരുന്നത്. ERG തിയറിയിൽ പുള്ളി ഇങ്ങനെ ഒരു ലെവൽസ് ആയിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതിപ്പം എന്തിന്റെ ബേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നും എത്രമാത്രം അതിന്റെ ഒരു കോൺക്രീറ്റ്നെസ് എന്ന് പറയും. കോൺക്രീറ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് റിയൽ ലൈഫിൽ അത് നോക്കിയിട്ട് എത്ര എളുപ്പത്തിൽ, എത്ര ഈസി ആയിട്ട് നമുക്ക് അതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ എത്ര എളുപ്പത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് എത്രമാത്രം അത് റിയൽ ആയിട്ട് വിസിബിൾ ആയിട്ട് എത്ര ഈസിയിൽ കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ എന്തല്ല അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടല്ല, ഇത് നമുക്ക് ഫസ്റ്റ് രണ്ടാമത്തെ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടല്ല, നമുക്ക് എത്ര എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എക്സിസ്റ്റൻസ് ആണ് ഏറ്റവും കോൺക്രീറ്റ് ആയിട്ട് വരുന്നത്. അതായത് ഇത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എല്ലാ ആൾക്കാർക്കും ഭക്ഷണം വേണം, വീട് വേണം, അല്ലെങ്കിൽ വെള്ളം വേണം, എല്ലാവർക്കും വേണ്ടിയില്ല എന്നാലും ഭക്ഷണവും വെള്ളമൊക്കെ എന്തായാലും എല്ലാവർക്കും വേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ നീഡ്സും കാര്യങ്ങളും സേഫ്റ്റിക്ക് ആയാലും നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണല്ലോ. അതാണ് കോൺക്രീറ്റ്നെസ് വരുന്നത്. പിന്നെ റിലേറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലെസ് കോൺക്രീറ്റ് ആണ്. കാരണം അവിടെ രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്, രണ്ടോ അതിലധികം ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഗ്രോത്ത് ആണ്. ഇത് ഏറ്റവും ലീസ്റ്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഇതെന്താണ്, ആ ഒരു ഇൻഡിവിജ്വലിന്റെ യുണീക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ആ ഒരു പേഴ്സന്റെ യുണീക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗ്രോത്ത് നീഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഈ എലമെന്റ്സ്. അടുത്ത തിയറി വരുന്നത് മക്ലാൻഡിന്റെ തിയറി ഓഫ് നീഡ്സ് ആണ്. ആളുടെ തിയറി ഓഫ് നീഡ്സിൽ 3 സ്പെസിഫിക് ആയിട്ടുള്ള ലേൺഡ് അല്ലെങ്കിൽ അക്വേർഡ് ആയിട്ടുള്ള നീഡ്സിനെ പറ്റിയിട്ടാണ് പുള്ളി പറയുന്നത്. ഈ നീഡ്സിനെ നമ്മൾ മാനിഫെസ്റ്റ് നീഡ്സ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇൻഡിവിജ്വലിന്റെ ആക്ഷൻസിലൂടെയും ചോയ്സിലൊക്കെ വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മാനിഫെസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 നീഡ്സ് വരുന്നത് നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ. ഒന്നാമത്തേത് വരുന്നത് നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് അതിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നീഡ് ഫോർ അച്ചീവ്മെന്റിൽ വരുന്നത്. അപ്പോൾ ഹൈ അച്ചീവേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചൂസ് ചെയ്യുന്നത് ഒരു മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും. അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടായാലും ഒരു മോഡറേറ്റ് സക്സസിന് പോസിബിലിറ്റി ഉള്ള മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. ഭയങ്കര ലോ റിസ്ക് ഉള്ള ടാസ്കുകളും ഹൈ റിസ്ക് ഉള്ള സിറ്റുവേഷൻസ് അവർ എന്ത് ചെയ്യില്ല, പൊതുവെ ചൂസ് ചെയ്യത്തില്ല, പൊതുവെ അവോയ്ഡ് ചെയ്യത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു ലോ റിസ്ക് സിറ്റുവേഷനിൽ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സക്സസ് എന്ത് ചെയ്യില്ല, അവർക്ക് പേഴ്സണലി അട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് എളുപ്പമുള്ള ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ജയിച്ചത്, അതിൽ വലിയ കാര്യമൊന്നുമില്ല നോക്കും. ഹൈ റിസ്കിലുള്ള ഒരു കാര്യം ചെയ്തിട്ട് സക്സസ്ഫുൾ ആയി, അതിന്റെ അർത്ഥം അവരുടെ കഴിവുകൊണ്ട് ജയിച്ചതല്ല, അതെന്തോ ലെക്ക് കാരണോ ഒരു ചാൻസ് കാരണം ജയിച്ചത്, അതിൽ വലിയ കാര്യമില്ലല്ലോ എന്ന് നോക്കും. അവർക്ക് എന്ത് വേണം, അവർ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു പേഴ്സണലി അട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ മോഡറേറ്റ് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഉള്ള ടാസ്കുകളായിരിക്കും അവർ എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. അതായത് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ അവർക്ക് ഈ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്, അവരുടെ പ്രോഗ്രസിനെ പറ്റിയിട്ടും സക്സസിനെ പറ്റിയിട്ടൊക്കെ ഫീഡ്ബാക്ക് കിട്ടുന്നതൊക്കെ ഇഷ്ടമായിരിക്കും. രണ്ടാമത്തേത് നീഡ് ഫോർ അഫിലിയേഷൻ ആണ്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആ ഒരു കമ്പനി, ടീം വർക്ക്, മറ്റുള്ള ആൾക്കാരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ്, ബോണ്ടിങ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നീഡ് ഫോർ അഫിലിയേഷൻ വരുന്നത്. മൂന്നാമത്തേത് നീഡ് ഫോർ പവർ ആണ്. നീഡ് ഫോർ പവർ എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് മറ്റുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനി ഈവൻ ആർഗ്യുമെന്റ്സ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ നീഡ് ഫോർ പവറിൽ വരുന്നത്. അപ്പോൾ പുള്ളി 2 തരത്തിലുള്ള പവറിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് പേഴ്സണൽ പവറും 2 ഇൻസ്റ്റിറ്റ്യൂഷണൽ പവറുമാണ്. പേഴ്സണൽ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേഴ്സണൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു പവറാണ് പേഴ്സണൽ പവർ എന്ന് പറയുന്നത്. ഇത് പൊതുവേ നമുക്ക് അൺഡിസൈറബിൾ ആയിട്ടാണ് വരിക.
ഇവിടെ എന്താണ് മറ്റുള്ള ആൾക്കാരെ നമ്മുടെ സ്വന്തം പേഴ്സണൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ മുകളിൽ ഡൊമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് പേഴ്സണൽ പവർ. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സൺ അതിലുള്ള ഉള്ളിലുള്ള എംപ്ലോയീസിന് മേലെ ആയിക്കോട്ടെ അപ്പോൾ ഒരു പവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ സോഷ്യൽ പവർ. ഇതെന്തിനാണ്, ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാനേജർ അവരൊരു പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസിനെയൊക്കെ എഫക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഓർഗനൈസേഷന് സക്സസിനൊക്കെ കാരണമാകും. അപ്പോൾ അതെന്താണ്, ഇത് നല്ലതാണ്. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പവർ നല്ലതും പേഴ്സണൽ പവർ ചീത്തതായിട്ടാണ് വരുന്നത്. അടുത്ത തിയറി വരുന്നത് ഫെഡറിക് ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയാണ്. അപ്പൊ ഈ ഒരു തിയറി 2 ഫാക്ടർ തിയറിനെ നമ്മൾ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇവർ പറയുന്ന അനുസരിച്ച് ജോബ് സാറ്റിസ്ഫാക്ഷനും ജോബ് ഡിസാറ്റിസ്ഫാക്ഷനും എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ല ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൻഡ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇവരുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. അല്ലാതെ സാറ്റിസ്ഫാക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ല വരുന്നത്. അങ്ങനെയാണ് ഇവരുടെ തിയറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ടിനും 2 ഫാക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ ഹൈജീൻ ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മെയിൻ്റനൻസ് ഫാക്ടർ എന്ന് പറയും. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു ഐഡിയ മനസ്സിലാവുമല്ലോ. മെയിൻ്റനൻസ് ഫാക്ടർ എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആ ഒരു പേഴ്സൺ ആ ഒരു ജോലി ചെയ്യുന്ന വർക്കിംഗ് കണ്ടീഷൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ജോബ് കോണ്ടെക്സ്റ്റ് അയാൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സിൽ വരുന്നത്. ആ ഒരു കമ്പനിയുടെ പോളിസീസ് ഒക്കെ എന്താണ്, സൂപ്പർവിഷൻ എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ്, അവിടുത്തെ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എങ്ങനെയാണ്, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, ഈവൻ ക്യാൻറ്റീൻ അവൈലബിൾ ആണോ, വൃത്തിയായിട്ടുള്ള ടോയ്ലറ്റും സെറ്റപ്പ് ഒക്കെ ഉണ്ടോ, ജോബ് സെക്യൂരിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഭയങ്കര അഡ്വക്കേറ്റ് ആയിട്ട് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്ത് ഫീൽ ചെയ്യില്ല, ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ അതെങ്ങോട്ട് ഫീൽ ചെയ്യും, ഡിസാറ്റിസ്ഫാക്ഷനിലോട്ട് ഫീൽ ചെയ്യും, കൊണ്ടുപോകും. അപ്പം നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹൈജീൻ ഫാക്ടേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈ ഒരു ഹൈജീൻ ഫാക്ടേഴ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ഒരു പേഴ്സണ് പ്രോപ്പറായിട്ട് സാലറി ഇല്ല, ആ പേഴ്സണ് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ഇല്ല, ജോബ് സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ അയാളൊരു കമ്പനി ഭയങ്കര തോന്നുന്ന പോലത്തെ ഡിസിഷൻസ് ഒക്കെയാണ് എടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൺ ഓഫ് കോഴ്സ് എന്ത് ഫീൽ ചെയ്യും, ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അയാൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ല ഫീൽ ചെയ്യുക, നോ ഡിസാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ലെവലിലാണ് എത്തുക. അങ്ങനെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ്. രണ്ടാമത്തതാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ സാറ്റിസ്ഫയേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഈ ഒരു വർക്കിൻ്റെ ഉള്ളിലുള്ള ഇൻട്രിൻസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് കാരണം ആ ഒരു പേഴ്സൺ എത്രമാത്രം അച്ചീവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ജോലി അയാൾക്ക് ഇഷ്ടമുള്ളതാണോ, അയാൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കിട്ടുന്നുണ്ടോ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അയാൾക്ക് വർക്കിൽ അഡ്വാൻസ്മെൻറ്റ്, അയാൾക്ക് ഒരു ഗ്രോത്ത്, പ്രൊമോഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, അയാൾക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ടോ, അയാൾക്ക് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സ് ആണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഈ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ്. ഇവരാണ് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ നീഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ബേസിക് എക്സ്പെക്റ്റേഷൻസിൻ്റെ പുറമേക്കുള്ള അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് കണ്ടീഷൻസ്, കോവർക്കേഴ്സിൻ്റെ റിലേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരമണിയുന്ന അങ്ങനത്തെ കോവർക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു വർക്കിലോട് ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അടുത്ത പോളിസീസ്, റൂൾസ്,
തൊട്ടാലും പിടിച്ചാലൊക്കെ ഓരോരോ റൂൾസ് വെച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇഷ്ടാവില്ല. അതുപോലെ സൂപ്പർവൈസറുടെ ക്വാളിറ്റി, നമ്മുടെ ഒരു ലെവൽ ബേസ് സാലറി ഉണ്ടാവുമല്ലോ, എന്താണ് നമ്മളെ മിനിമം സാലറി ലെവല്. ഇനി ജോബ് സാറ്റിസ്ഫാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സാറ്റിസ്ഫയേഴ്സ് ആണ്. നമ്മുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് അവിടെ വരുന്ന അച്ചീവ്മെന്റ്, റെക്കഗ്നീഷൻ, റെസ്പോൺസിബിലിറ്റി, വർക്ക്, അഡ്വാൻസ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹൈജീൻ ഫാക്ടേഴ്സും കീപ്പ് ചെയ്യണം. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാറ്റിസ്ഫയേഴ്സിനെ ആഡ് ചെയ്യണം. അങ്ങനെ വേണം നമ്മളൊരു വർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ 4 പോസിബിൾ ആയിട്ടുള്ള സെനാരിയോസ് ഐഡന്റിഫൈ ചെയ്തു. ഓരോ ഓർഗനൈസേഷനിൽ വരാൻ സാധ്യതയുള്ള 4 പോസിബിൾ സെനാരിയോസ്. ഒന്നാമത്തത് നല്ല ഹൈജീൻ ഫാക്ടറും നല്ല മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഉള്ളതാണ്. ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് സെനാരിയോ. അപ്പോൾ അവിടെ രണ്ടും ഉണ്ട്. നല്ല ഹൈജീൻ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഇവർ എന്ത് ചെയ്യില്ല, അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നല്ല മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അവർ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് പണിയെടുക്കുന്ന എംപ്ലോയീസ് ആയിരിക്കും. ഇനി ഹൈ ഹൈജീൻ ഫാക്ടറും ലോ മോട്ടിവേഷനും ഉള്ളതുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം എന്താണ്, നല്ല ഹൈജീൻ ഫാക്ടർ ഉള്ളതുകൊണ്ട് വർക്ക് എൻവറോൺമെന്റ് ഒന്നും കുഴപ്പമുണ്ടാവില്ല, സാലറി ഒന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഗ്രോത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആ ഒരു മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. എക്സെൽ ചെയ്യണം, കുറച്ചും കൂടെ ലേൺ ചെയ്യണം, ഗ്രോ ചെയ്യണം, ആ ഒരു മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഹൈജീൻ ഫാക്ടർ അടിപൊളി ആയതുകൊണ്ട് തന്നെ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം സാലറി ഉണ്ട്, കോവർക്കേഴ്സ് കുഴപ്പമില്ല, പോളിസീസ് കുഴപ്പമില്ല, റൂൾസ് കുഴപ്പമില്ല, അതുകൊണ്ട് എന്തുണ്ടാവില്ല, കംപ്ലൈൻസ് ഉണ്ടാവില്ല. പിന്നെ ലോ ഹൈജീൻ ഹൈ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആണ്. ഇവിടെ വരുന്ന സമയത്ത് ഇത് നമുക്ക് എന്താണ്, ലോ ഹൈജീൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ശരിയല്ല, കോവർക്കേഴ്സ് ശരിയല്ല, അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊന്നും ശരിയല്ല. പക്ഷെ നല്ല പ്രൊമോഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ല നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് കിട്ടുന്നുണ്ട്, നല്ല റെസ്പോൺസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് എക്സൈറ്റിംഗ് ആൻഡ് ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കായിരിക്കും, നല്ല മോട്ടിവേഷൻ ഉണ്ടാകും. പക്ഷെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ടാകും. എനിക്ക് സാലറി ഇത്ര പോരാ, ഇവിടുത്തെ ഇത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കുറേ കംപ്ലൈൻറ്റ്സ് ഉണ്ടാകും ഹൈജീൻ ഫാക്ടർ ലോ ആയതുകൊണ്ട്. ഇനി ഹൈജീൻ ഫാക്ടറും ലോ, മോട്ടിവേഷൻ ഫാക്ടേഴ്സും ലോ ആയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വേഴ്സ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സിറ്റുവേഷൻ. അവിടെ ഉണ്ടാവുന്ന എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺമോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ബേൺ ഔട്ടൊക്കെ അടിച്ച് ആ ഒരു കുറേ കംപ്ലൈൻറ്റ്സ് ആയിട്ട് ബേർഡൻഡ് ആയിട്ട് കിടക്കുന്ന തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയിരിക്കും ലോ ഹൈജീൻ ലോ മോട്ടിവേഷനിൽ വരിക. ഇനി ഈ ഒരു എലമെന്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകും. ചില ആൾക്കാർ മോട്ടിവേഷൻ സീക്കേഴ്സ് ആയിരിക്കും. അതായത് അവർക്ക് വേണ്ടത് ഈ സാറ്റിസ്ഫയേഴ്സ് ആയിട്ടുള്ള ഇൻട്രിൻസിക് റിവാർഡ് എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് റെസ്പോൺസിബിലിറ്റി, ഗ്രോത്ത്, അങ്ങനത്തെ സാധനങ്ങളായിരിക്കും മോട്ടിവേഷൻ സീക്കേഴ്സിന് വേണ്ടി വരിക. പക്ഷെ മെയിൻ്റനൻസ് സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഹൈജീൻ ഫാക്ടേഴ്സിനെ കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു ജോബ് എൻവിറോൺമെന്റ് അതിൽ കുറച്ച് കൂടുതലായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഈ ഒരു എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ ഒരു മോട്ടിവേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു എലമെന്റ് നാളത്തെ ഹൈജീൻ ഫാക്ടർ ആയിരിക്കും. അതായത് നമ്മൾ ഇന്നൊരു സാധനം മോട്ടിവേറ്റർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനുശേഷം ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യില്ല, സെയിം ഡ്രൈവ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതായത് ഇപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോട്ടിവേറ്റർ ആണല്ലോ. അപ്പം ആ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ള പ്രൊമോഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു മോട്ടിവേറ്റർ ആയിരുന്നു. പക്ഷെ സമയം കഴിഞ്ഞ് ആ എംപ്ലോയി എന്തായി, നല്ലപോലെ പണിയെടുത്ത് അയാൾക്ക് ആ പ്രൊമോഷൻ കിട്ടി ആ പ്രൊമോട്ടഡ് ആയിട്ടുള്ള ലെവലിൽ അയാൾ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഇപ്പൊ വർക്ക് ചെയ്യുന്ന ലെവൽ, ഇപ്പൊ അയാളൊരു സെക്കൻഡ് ലെവൽ മാനേജർ ആണെങ്കിൽ ആ ഒരു ലെവലിലുള്ള പൊസിഷൻ അയാൾക്ക് നോർമലായി മാറി. അപ്പൊ എന്ത് ചെയ്യുന്നില്ല, ഇനി അയാൾക്ക് പുതിയൊരു പ്രൊമോഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇപ്പൊ ഉള്ള അയാളുടെ സാലറി, ഇപ്പൊ ഉള്ള അയാളുടെ ജോബ് സെക്യൂരിറ്റി, ഇപ്പൊ ഉള്ള ആളുടെ ബാക്കി എലമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഹൈജീൻ ഫാക്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. ആ ഒരു സെക്കൻഡ് മാനേജർ ലെവലിൻ്റെത് ബേസിക് കണ്ടീഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു മോട്ടിവേറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് ജോബ് എൻറിച്ച്മെന്റും ഹൊറിസോണ്ടൽ ലോഡിങ്ങുമാണ്. പുള്ളി ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, മോട്ടിവേഷൻ വേണമെങ്കിൽ അവിടെ ജോബ് എൻറിച്ച്മെന്റ് ആണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡിംഗ് ആണ് വേണ്ടത്, അല്ലാതെ ഒരു ഹൊറിസോണ്ടൽ ജോബ് ലോഡിംഗ് അല്ല വേണ്ടത്. എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോബ് എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. അതായത് ടാസ്കിന്റെ കോംപ്ലക്സിറ്റി കൂടുന്ന തരത്തിലുള്ള, കുറച്ചും കൂടെ അതോറിറ്റിയും പവറൊക്കെ ഉള്ള തരത്തിലുള്ള കൂടുതൽ ജോബ് കൊടുക്കുക. അവരിപ്പോൾ ചെയ്യുന്ന ടാസ്ക് ഈ ലെവലിലുള്ള ടാസ്ക് ആണെങ്കിൽ അടുത്തത് അവർക്ക് കുറച്ചും കൂടെ റിസ്ക് ഉള്ള ഒരു ടാസ്ക് കൊടുക്കുക.
പിന്നെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ റിസ്ക് ഉള്ളൊരു ടാസ്ക് കൊടുക്കുക. ഇപ്പം നമ്മൾ ഗ്രോ ചെയ്യുന്നത് വെർട്ടിക്കലി അല്ലേ, അപ്പം അങ്ങനത്തെയാണ് ഈ ഒരു ജോബ് എൻറിച്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു എംപ്ലോയി ആയിരുന്നു, അയാളെ നമ്മൾ ടീം ലീഡ് ആക്കി മാറ്റി. അങ്ങനെ ടീം ലീഡ് ആക്കി മാറ്റുന്ന സമയത്ത് അയാൾ കുറച്ചും കൂടി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റും ഡിസിഷൻസ് ഒക്കെ എടുക്കണം. പിന്നെ അയാൾ എന്ത് ചെയ്യുക, ഈ വേറൊരു ഓർഗനൈസേഷനിൽ മീറ്റിങ്ങിന് വേണ്ടി വിടുക, അയാളെ പിന്നെ നമ്മുടെ വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിന് വിടുക. അങ്ങനെ 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 ചെയ്യുമ്പോഴാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹൊറിസോണ്ടൽ ലോഡിംഗ് എന്ന് വെച്ചാൽ ഇത് ഈ ഒരു നോൺ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഉണ്ടാകും, അതിൽ തന്നെ ഇയാൾക്ക് അഡീഷണൽ ആയിട്ടുള്ള വർക്ക് ഇങ്ങനെ കൊടുക്കും. ഇപ്പം എന്താണ്, നമുക്കൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലോഡിംഗ് ആണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ടീച്ചറാണെന്ന് ഓർക്കുക. അപ്പോൾ ആ ടീച്ചർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ടീച്ചറിൻ്റെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുക, ഒരു ടിപ്പിക്കലായിട്ട് വരുന്ന സാധനം ക്ലാസ് എടുക്കുക, ആൻസർ പേപ്പർ നോക്കുക, അതൊക്കെയാണല്ലോ. അപ്പോൾ ടീച്ചർ ഓൾറെഡി 2 ക്ലാസ്സിന് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ 2 ക്ലാസ്സും കൂടെ കിടക്കാം. ടീച്ചർക്ക് ഒരു 100 ആൻസർ പേപ്പർ നോക്കാനുണ്ട്, അതിൻ്റെ കൂടെ ടീച്ചർക്ക് ഒരു 100 എക്സ്ട്രാ പേപ്പറും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ ലോഡിങ്ങിൽ വരുന്നത്. ഇത് അവർക്ക് ഇപ്പോൾ ഉള്ള വർക്ക് തന്നെ എന്ത് ചെയ്യാണ്, അഡീഷണൽ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, ബേൺ ഔട്ടേ വരത്തുള്ളൂ. നമുക്ക് എന്തില്ല, ആ ഒരു ടാസ്ക് ചലഞ്ചിങ് ആയിട്ടോ നമുക്കൊരു ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടോ തോന്നുന്നില്ല. പകരം ടീച്ചറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു കോളേജിലോട്ട് വേറൊരു പ്രോഗ്രാമിന് ഹെഡായിട്ട് വിടുകയാണ്, ഡീൽ ചെയ്യാൻ വേണ്ടി വിടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കോളേജിലെ വേറൊരു കമ്മിറ്റിയിലെ മെയിൻ പേഴ്സൺ ആയിട്ട് ആഡ് ചെയ്യാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാൻ തോന്നും, ആ ഒരു ജോബ് എൻറിച്ച്മെന്റ് ഫീൽ ചെയ്യും. അപ്പം ഈ ജോബ് എൻറിച്ച്മെന്റ് ആണ് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഹേഴ്സ്ബർഗിന്റെ ഐഡിയ. അതുപോലെ തന്നെ ഹേഴ്സ്ബർഗ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടീമായിരുന്നു കിറ്റ. ഇത് കിറ്റ എന്ന് വായിക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എനിവേ കിക്ക് ഇൻ ദ ആസ് എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു സാധനത്തിന്റെ അക്രോണിമായിട്ടാണ് കിര വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിക്ക് ഇൻ ദ ആസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ടാവുമല്ലോ, ഈ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പ്രഷർ ചെയ്തിട്ട് ചെയ്യുന്ന പറഞ്ഞ് പ്രഷർ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിനെയാണ് കിക്ക് ഇൻ ദ ആസ് എന്ന് പറയുന്നത്. അത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവ് പ്രൊഡ്യൂസ് ചെയ്യാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷറാണ് വരുന്നത്. അപ്പോൾ പുള്ളി ആർഗ്യൂ ചെയ്യുന്നതനുസരിച്ച് ഈ കിക്ക് ഇൻ ദ ആസ് ടെക്നിക്സ് കുറച്ച് ഒരു ഷോർട്ട് ടൈമിലുള്ള മോട്ടിവേഷൻ എല്ലാവരും പണിയെടുക്കും, ഷോർട്ട് ടൈമിൽ പണിയെടുക്കും, പക്ഷേ ഒരു ലോങ് ടൈമിലുള്ള ട്രൂ മോട്ടിവേഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ഉന്തുന്നത് പുഷ് ചെയ്യുന്ന നിൽക്കുന്നതോടെ എംപ്ലോയി ഒരു സൈഡിൽ പോയിട്ടിരിക്കും. അപ്പം ഈ കിക്കിൻ്റെ ആസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വീണ്ടും ചില ടൈപ്സ് ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തതാണ് നെഗറ്റീവ് ഫിസിക്കൽ കിറ്റ. ഇതിൽ വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരെ പേടിപ്പിച്ചിട്ട്, അതായത് ഫോഴ്സ് ചെയ്ത് പേടിപ്പിച്ച് ചെയ്യുന്ന പറഞ്ഞ് അങ്ങനെ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നെഗറ്റീവ് ഫിസിക്കൽ കിറ്റ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് സൈക്കോളജിക്കൽ കിറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഫിസിക്കൽ ഫോഴ്സിന് പകരം, ഈ നെഗറ്റീവ് ഫിസിക്കൽ കിറ്റ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് ആയിരുന്നു, ഇവിടെ ഫിസിക്കലിന് പകരം നമ്മൾ എന്ത് ചെയ്യും, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടെക്നിക്സ് എടുക്കും. നമ്മൾ മാനിപ്പുലേഷൻ, കുറേ ഗെയിംസ് എടുക്കും, ഫയർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക, അങ്ങനെ അല്ലെങ്കിൽ അവരെ ഈഗോയിനെ ഹേർട്ട് ചെയ്യുക, അവരെ ഷെയിം ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് അവരുടെ വർക്ക് ഫിനിഷ് ചെയ്യിപ്പിക്കുന്നതാണ് നെഗറ്റീവ് സൈക്കോളജിക്കൽ കിറ്റ. പിന്നെ പോസിറ്റീവ് കിറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഉണ്ടാകുന്നത് നമ്മൾ ആ ഒരു പേഴ്സണെ എക്സ്റ്റേണൽ ആയിട്ടുള്ള റിവാർഡ് കാണിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതാണ് പോസിറ്റീവ് കിറ്റയിൽ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട്, ബോണസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒരു പേഴ്സണ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള റെക്കഗ്നീഷനും അതുപോലെ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ഇൻക്രീസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പോസിറ്റീവ് കിറ്റ എന്താണ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രെയിം വർക്ക് അനുസരിച്ചിട്ട് കിറ്റയുടെ എല്ലാ ഫോംസും ഹൈജീൻ ഫാക്ടേഴ്സിൻ്റെ ഉള്ളിലാണ് പെടുക. അടുത്ത തിയറി വരുന്നത് തിയറി എക്സ് ആൻഡ് തിയറി വൈ ആണ്. ഈ ഒരു മഗ്രിഗറിൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് മാനേജർ എങ്ങനെയാണ് എംപ്ലോയീസിനെ കാണുന്നത്, എംപ്ലോയീസിനെ പറ്റിയിട്ടുള്ള മാനേജറിൻ്റെ ഒരു അസംഷൻ ഉണ്ടാവും, അവരുടെ നേച്ചറിനെ പറ്റിയിട്ടുള്ള, എംപ്ലോയീസിൻ്റെ ഹ്യൂമൻ നേച്ചറിനെ പറ്റിയിട്ടുള്ള മാനേജറിൻ്റെ അസംഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ഈ മാനേജർ എങ്ങനെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അപ്പോൾ 2 തരത്തിലുള്ള അസംഷൻസ് ആണ് പറയുക, എക്സും വൈയും, തിയറി എക്സും തിയറി വൈയും. തിയറി എക്സിൽ വരുന്ന ആൾക്കാർ, തിയറി എക്സിലുള്ള ഒരു മാനേജർ ആണെങ്കിൽ അവരുടെ ഒരു ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ജന്മനാ മടിയന്മാരാണ്, അവർ അൺമോട്ടിവേറ്റഡ് ആയിട്ട് അവരിങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് പുറകെ നടന്ന് എന്ന് പറഞ്ഞാൽ മാത്രം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് എന്നാണ് തിയറി എക്സിലുള്ള മാനേജേഴ്സ് വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, ഭയങ്കര അതോറിറ്റേറിയൻ ആയിട്ടുള്ള, കൺട്രോളിങ് ആയിട്ടുള്ള,
ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക്, അതായത് മോട്ടിവേറ്റ് ചെയ്യിക്കുക, അവരടിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും എംപ്ലോയിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തുള്ള മോട്ടിവേഷൻ മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിച്ച് പനിഷ്മെന്റ് ഒക്കെ കൊടുത്ത് ടാർഗറ്റ് മീറ്റ് ചെയ്തില്ലേൽ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് തിയറി എക്സിലുള്ള മാനേജേഴ്സ് ചെയ്യും. അപ്പോൾ ഇവരുടെ അസംഷൻ വരുന്നത് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല, അവരെങ്ങനെയും റെസ്പോൺസിബിലിറ്റി ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വർക്ക് ആയാലും എപ്പോഴേലും ചാൻസ് കിട്ടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ്. ഇവർക്ക് അംബീഷനൊന്നുമില്ല, റെസ്പോൺസിബിലിറ്റി ഇഷ്ടമല്ല, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം, ഭയങ്കര ഡയറക്റ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുപോലെ ഇവരുടെ പ്രൈമറി ഡിസയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് സെക്യൂരിറ്റി ആണ്, അതാണ് അവർക്ക് ഏറ്റവും വേണ്ട ഒരു സാധനം എന്ന രീതിയിലൊക്കെയാണ് തിയറി എക്സിലുള്ള മാനേജറിന്റെ അസംഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ചില സിറ്റുവേഷൻസിൽ യൂസ്ഫുൾ ആണ്. ഇപ്പൊ നമുക്കൊരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ഒരു ടൈറ്റ് ഷെഡ്യൂളിലൊക്കെ കംപ്ലീറ്റ് ചെയ്യണതിൽ ഈ ഒരു അസംഷൻ വെച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതുവഴി നമുക്ക് അവർക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഹൈ പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് തിയറി എക്സ് യൂസ് ചെയ്താൽ പറ്റില്ല. ആൻഡ് തിയറി വൈയിലോട്ട് പോവുകയാണെങ്കിൽ തിയറി വൈയിലുള്ള മാനേജേഴ്സ് വിശ്വസിക്കുന്നത് എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം, അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് വർക്ക് ചെയ്യാൻ. അപ്പോൾ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്നത്? ഒരു പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് ആയിരിക്കും ഉണ്ടാവുക, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺസൾട്ടേറ്റീവ് ആയിട്ടുള്ള, അവരോട് തന്നെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ എംപവർ ചെയ്യുന്നുണ്ടാകും, എംപ്ലോയീസിന് നിന്നെ കൊണ്ട് പറ്റും പണിയിറങ്ങടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും അവർ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു ടീച്ചിങ് അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിനേക്കാളും കുറച്ചും കൂടെ അവരെ എംപവർ ചെയ്തെടുക്കുന്ന മെന്ററിങ് രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനീഷ്യേറ്റീവ്സ് എടുക്കാൻ എൻകറേജ് ചെയ്യും, അതുപോലെ തന്നെ ആൾക്കാരെ അവരുടെ പൊട്ടൻഷ്യൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അപ്രോച്ചാണ് തിയറി വൈയിൽ വരുന്നത്. ആൻഡ് ഇവിടുത്തെ അസംഷൻസ് ഒന്ന്, വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ ഒരു പ്ലേയും റെസ്റ്റ് പോലെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും എന്നുള്ളതാണ് അസംഷൻ വരുന്നത്. പിന്നെ എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെൽഫ് ഡയറക്ഷൻ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, സെൽഫ് കൺട്രോൾ ഉള്ളവരാണ്, അവർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ എംപ്ലോയീസ് റെസ്പോൺസിബിലിറ്റി സീക്ക് ചെയ്യുന്നവരാണ്, അവർക്ക് ക്രിയേറ്റീവായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അസംഷൻസ്, നല്ലതാണെന്നുള്ളതാണ് ഓവറോൾ അസംഷൻ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മാനേജർ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു മാനേജറാണ്, ഈ അസംഷനുള്ള മാനേജറാണെങ്കിൽ അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടെ ഹെൽത്തിയർ ആയിരിക്കും. പിന്നെ നമുക്കൊരു എംപ്ലോയീസ് കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും, അവർക്ക് അവരുടെ ഹയർ ലെവൽസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിന് പറ്റുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് തിയറി വൈ വരുന്നത്. ആൻഡ് തിയറി എക്സ് ആൻഡ് തിയറി വൈ അസംഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് വരുന്നത് തിയറി സെഡ് ആണ്. തിയറി സെഡ് വില്യം ഓച്ചിയുടെ ഒരു ഐഡിയ ആണ്. ഈ ഒരു തിയറി വരുന്നതനുസരിച്ച് ജാപ്പനീസ് അവരുടെ സെറ്റപ്പിലുള്ള ഒരു വർക്ക് സെറ്റപ്പ് ബേസ് ചെയ്തിട്ടാണ് ഓച്ചിയുടെ ഐഡിയ വരുന്നത്. ഈ തിയറി എംഫസൈസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഓർഗനൈസേഷനും അതിൻ്റെ മെമ്പേഴ്സും തമ്മിലുള്ള ഒരു നല്ല ഒരു ബോണ്ടും റിലേഷൻഷിപ്പും ഫോം ചെയ്യണം എന്നുള്ളതാണ് വില്യം ഓച്ചിയുടെ തിയറി സെറ്റിൽ വരുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി എംപ്ലോയി ബോണ്ടാണ് ഇതിൻ്റെ കോർ ആയിട്ടുള്ള ഐഡിയ. അപ്പോൾ ഈ തിയറി അഡ്വക്കേറ്റ് ചെയ്യുന്നത് ലോങ് ടൈമിലുള്ള എംപ്ലോയി ലേ ഓഫ് ഒന്നും ഇല്ലാണ്ട് ഒരു ലോങ് ടൈമിലുള്ള നല്ലൊരു സ്ട്രോങ് കമ്പനി എംപ്ലോയി ബോണ്ട് ഫോം ചെയ്യണം. അപ്പോൾ ഇതുവഴി നമുക്ക് എംപ്ലോയീസിന് ബോത്ത് ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ നമുക്ക് എംപ്ലോയീസിൻ്റെ ഒരു ലോയൽറ്റി സെക്യൂർ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുക്കുന്നുള്ളതാണ് ഇവരുടെ ഐഡിയ. അപ്പം ഇവിടെ ഉണ്ടാവുന്നത് നമുക്ക് എംപ്ലോയേഴ്സും കൂടെ തമ്മിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ എന്താണ് ഒരു മ്യൂച്വൽ ട്രസ്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓപ്പൺനെസ് ഉണ്ടാകണം. ഈ ഓർഗനൈസേഷൻ്റെ പല റേഞ്ച് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള എല്ലാ ലെവൽസ് തമ്മിലും അവർക്കൊരു കമ്മ്യൂണിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രസ്റ്റും പാർട്ടിസിപ്പേഷനൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഈ ഒരു ട്രസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു എംപ്ലോയി പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ ഡിസിഷൻ മേക്കിങ്ങിൽ കിട്ടും. ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് എല്ലാ എംപ്ലോയീസും എന്ത് ചെയ്യും, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആണ് ഇവിടെ വരുന്ന. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു പേഴ്സണെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്
സ്പെഷ്യലൈസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു തിയറി സജസ്റ്റ് ചെയ്യുന്നത് ജനറലിസ്റ്റ് ഫോക്കസ് ആണ്. ജനറലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിലുള്ള ഒരു ഇതെല്ലാ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു എംപ്ലോയിനെ ഇന്ത്യ ട്രെയിൻ ചെയ്തെടുക്കുക. അയാളെ ഒരു കാര്യത്തിൽ മാത്രം ഇപ്പോൾ എ എന്ന ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം അയാളെ പ്രോ ആക്കുന്നതിന് പകരം ആ കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിൽ അപ്പോൾ ബ്രോഡായിട്ടുള്ള നോളജും സ്കില്ലും ഒക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ജനറലിസ്റ്റ് ഫോക്കസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, അവരെ റീപ്ലേസും ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവർക്ക് നല്ല കോൺട്രിബ്യൂഷൻ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ തരാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും ഇക്വാലിറ്റിയും വേണം എന്നുള്ളതാണ്. ഇവിടെ വെച്ചാൽ ഓർഗനൈസേഷനിൽ ഒരു ടീം വർക്ക് ഉണ്ടാകണം, ടീം സ്പിരിറ്റ് ഉണ്ടാകണം. അല്ലാതെ ഒരു റിജിഡ് ആയിട്ടുള്ള ഫോർമൽ സ്ട്രക്ചർ ഉണ്ടാവരുത്. ഇപ്പം ഈ ഒരു ലെവലിലുള്ള എംപ്ലോയീസ്, അതിനുശേഷം അടുത്ത ലെവൽ, പിന്നെ അടുത്ത ലെവൽ, അങ്ങനെ ഭയങ്കര ഒരു റിജിഡ് സ്ട്രക്ചറിന് പകരം നല്ലൊരു ടീം വർക്കും ടീം സ്പിരിറ്റും ഉണ്ടാകണം. അപ്പം അവിടെ നമ്മൾ റെയിൻഫോഴ്സ് ചെയ്യേണ്ട സാധനം ഇക്വാലിറ്റിയാണ്. അപ്പോൾ ഇക്വാലിറ്റി റെയിൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർഡ് ആയിട്ടുള്ള ക്യാൻറ്റീൻസ്, ഷെയർഡ് ആയിട്ടുള്ള പാർക്കിങ്, അതുപോലെ തന്നെ എംപ്ലോയി കാറ്റഗറീസിനെല്ലാം എന്താണ് യൂണിഫോംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു മിസ്റ്റേക്കോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സക്സസ് ആയിക്കോട്ടെ മിസ്റ്റേക്ക് ആയിക്കോട്ടെ, അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു പേഴ്സൻ്റെ തലയിൽ കൊണ്ടിടുന്നതിന് പകരം ആ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ അക്കൗണ്ടബിലിറ്റി എടുക്കുക. നമ്മുടെ മിസ്റ്റേക്ക് എന്ന രീതിയിൽ ഗ്രൂപ്പ് അക്കൗണ്ടബിലിറ്റി എടുക്കുക. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒജി ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള പാർട്ടിസിപ്പേറ്ററി സിസ്റ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് ഈ ഒരു റിംഗിങ് സിസ്റ്റമാണ്, ബോട്ടം അപ്പ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ആ ഒരു വർക്കേഴ്സിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ സജഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സജഷൻസ് താഴെ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് എവിടെ എത്തുക, ഫൈനലി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു മാനേജേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുക. അങ്ങനെ ഒരു അപ്വേർഡായിട്ട് ബോട്ടം അപ്പ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് നടക്കുക. അല്ലാതെ മാനേജർ ഇന്ന് തീരുമാനിച്ചു, ഇങ്ങനെ തീരുമാനിച്ചു, എല്ലാവരും ഇത് കേട്ടോണം എന്ന് പറയല്ല ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് അങ്ങനെയാണ് നമ്മളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ ക്വാളിറ്റി സർക്കിൾസ് ആണ്. ക്വാളിറ്റി സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ടീം ഉണ്ടാകും, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് കൊളീഗ്സ് ഉണ്ടാകും. ഇവരൊരു ടീമായിട്ട് ചേർന്നിട്ട് ഇവർ ഒരു വീക്കിലി ഇന്നത് ഇത്ര ദിവസം എന്ന രീതിയിൽ ചില ദിവസങ്ങളിൽ എന്ത് ചെയ്യും, മീറ്റിംഗ്സ് എടുക്കും. അങ്ങനെ മീറ്റിംഗ്സ് നടത്തിയിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു വർക്ക് സെറ്റപ്പിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് അധികം മാനേജ്മെൻറ്റിനെ അറിയിക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി സർക്കിളിൻ്റെ ജോലി. അപ്പോൾ ഇവരുടെ ഈ തിയറി സെഡിൻ്റെ അസംഷൻസ് വരുന്നത് ഈ വർക്കേഴ്സിന് അവർക്ക് ഇവരുടെ സൂപ്പർവൈസേഴ്സ് ആയിട്ടും സബോർഡിനേറ്റ്സ് ആയിട്ടും കൊളീഗ്സ് ആയിട്ടൊക്കെ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്, ഇൻറ്റിമേറ്റ്സ് ആയിട്ടുള്ള ഹാപ്പി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ അസംഷൻ. അപ്പോൾ വർക്കേഴ്സിന് ഇഷ്ടം ഉണ്ടാവുന്ന ഒരു എൻവറോൺമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാമിലി, അവരുടെ കൾച്ചർ, ട്രഡീഷൻസ്, അതിനെയൊക്കെ നമുക്ക് വർക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ പോസിബിൾ ആവുന്ന എൻവറോൺമെൻറ്റാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്കേഴ്സിന് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സെൻസ് ഓഫ് ഓർഡറും ഡിസിപ്ലിനും മോറൽ ഒബ്ലിഗേഷനൊക്കെ ഉണ്ട് അവരുടെ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ള ആൾക്കാരായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവർ അതിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുക. ഈ ഒരു മാനേജ്മെൻറ്റ് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യും, നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എംപ്ലോയീസ് അവരുടെ അറ്റ്മോസ്ഫിയബിലിറ്റി, അവരുടെ മാക്സിമം ലെവലിൽ അവർ വർക്ക് ചെയ്യും. ഇങ്ങനെയുള്ള എംപ്ലോയീസും കമ്പനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നുള്ള ഒരു രീതിയിൽ പോകും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിയറി സെഡിൻ്റെ അസംഷനായിട്ട് വരുന്നത്. ഇതാണ് വില്യം ഒച്ചിയുടെ തിയറി സെഡ് വരുന്നത്. പിന്നെ വരുന്നത് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയാണ്. ഈ തിയറി വരുന്നത് റിയാനും ഗേസിയാണ്. ഈ ഒരു അപ്രോച്ച് പറയുന്ന അനുസരിച്ചിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഇൻഹെറൻറ്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രോത്തിനുള്ള ടെൻഡൻസീസ്, ആ ഒരു ടെൻഡൻസീസിനെയും ആൾക്കാരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ നീഡിനെയും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി വരുന്നത്. അപ്പോൾ ഇവരുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ നേച്ചുറലി തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള, ക്യൂരിയസ് ആയിട്ടുള്ള, ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബീങ് ആണ്. അപ്പോൾ ഈ മോട്ടിവേഷൻ എപ്പോഴാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയർ സെൽഫ് ഡിറ്റർമൈൻഡ് ആവുന്ന സമയത്താണ്. ബിഹേവിയർ സെൽഫ് ഡിറ്റർമൈൻഡ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണോ ആ ഒരു ബിഹേവിയറിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ചൂസ് ചെയ്തത്, നമ്മുടെ പേഴ്സണൽ വാല്യൂ ആയിട്ട് അത് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ, നമ്മുടെ ഒരു സൈക്കോളജിക്കൽ നീഡ്സിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഒരു ബിഹേവിയർ സെൽഫ് ഡിറ്റർമൈൻഡ് ആയിട്ട് മാറുക. അപ്പോൾ 3 സൈക്കോളജിക്കൽ നീഡ്സ് ആണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയെ പറയുന്ന അനുസരിച്ച് 3 എസെൻഷ്യൽ ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു ഇൻഡിവിജ്വലിന് അവരുടെ ഒപ്റ്റിമൽ ഫംഗ്ഷനിലോട്ട് എത്താൻ വേണ്ടി പറ്റുക.
ഒന്നാമത്തേത് കോമ്പിറ്റൻസ് ആണ്. കോമ്പിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു എൻവിറോൺമെൻറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് എഫക്റ്റീവ്ലി ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലാണ് നമ്മുടെ കോമ്പീറ്റൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, നമുക്ക് ഈ എക്സെല് ചെയ്യാൻ, നമുക്കിപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ കപ്പാസിറ്റീസും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു കാര്യം വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ കോമ്പീറ്റൻസിൽ വരുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കിത് പ്രോപ്പറായിട്ട് ആൻസർ എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കോമ്പീറ്റൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു ടാസ്ക് ചെയ്യുന്നു, അത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കോമ്പീറ്റൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോമ്പീറ്റൻസ് ഒന്നാമത്തത്. രണ്ടാമത്തത് റിലേറ്റഡ്നെസ് ആണ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ ബിലോങ്ങിങ്നെസ്. മൂന്നാമത്തത് ഓട്ടോണമി. ഓട്ടോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിഹേവിയർ സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടും സെൽഫ് ഓതേർഡ് ആയിട്ട്, അതായത് എൻ്റെ തീരുമാനം ഞാൻ എടുത്തതായിട്ട് ഞാൻ തന്നെ തീരുമാനിച്ചതായിട്ട് എനിക്ക് തോന്നണം. അല്ലാതെ മറ്റൊരാൾ നിർബന്ധിച്ചിട്ടോ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണമോ ഭീഷണിപ്പെടുത്തിയിട്ടോ ചെയ്തതായിട്ട് തോന്നാൻ വേണ്ടി പാടില്ല. ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ബേസിക് സൈക്കോളജിക്കൽ നീഡ്സിൽ വരുന്നത്: കോമ്പിറ്റൻസും ഓട്ടോണമിയും റിലേറ്റഡ്നെസ്സും. അപ്പോൾ ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷനെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻട്രൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുമ്പം ഈ ഒരു തിയറി പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്വന്തം നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഒരു ആക്ടിവിറ്റീനെ നമ്മൾ എൻജോയ് ചെയ്യുന്നത് കാരണം നമ്മളൊരു ടാസ്ക് ചെയ്യുകയാണെങ്കിൽ ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയാം. അപ്പം ഇവിടെ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പം ഇവിടെ നമുക്ക് വരുന്നത് ഈ ഒരു ഓട്ടോണമി, കോമ്പിറ്റൻസ്, അതുപോലെ തന്നെ ബിലോങ്ങിങ്നെസ്, ഈ മൂന്ന് എലമെന്റ്സ് ഇവിടെ ഉണ്ടാകും, ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ടാകും. പിന്നെ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ വരുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നത് പുറമേ നിന്നുള്ള ഒരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ടായിരിക്കും, അതിന് പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ SDT പ്രപ്പോസ് ചെയ്യുന്നതനുസരിച്ച് എക്സ്ട്രൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ നമ്മുടെ ആ ഒരു ഓട്ടോണമിയുടെ ലെവലും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഇന്റേണലൈസേഷൻ മുതൽ ഇൻ്റഗ്രേഷൻ വഴി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. അതിലൊരു കണ്ടിന്യൂ ആയിട്ടാണത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കിടക്കുന്നത്. ഇപ്പോൾ കോസാലിറ്റി ഓറിയന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബിഹേവിയർ എന്തുകൊണ്ടാണ് നമ്മളെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തേ എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ബിഹേവിയറിൻ്റെ പിന്നിലുള്ള കോസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആ ഒരു ഹാബിച്വൽ വേനെയാണ് കോസാലിറ്റി ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ അവർ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന രീതിയിൽ ആക്ട് ചെയ്തേ എന്ന് അന്വേഷിക്കുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് കോസാലിറ്റി ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓറിയന്റേഷൻ നമുക്ക് ഓട്ടോണമി ഓറിയന്റേഷൻ, കൺട്രോൾഡ് ഓറിയന്റേഷൻ ആൻഡ് ഇമ്പേഴ്സണൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണമുണ്ട്. ഓട്ടോണമി ഓറിയന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബിഹേവിയറിനെ സെൽഫ് ഡിറ്റർമൈൻഡ് ആയിട്ട്, അതായത് ഓട്ടോണമി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടാണല്ലോ, അപ്പോൾ സ്വന്തമായിട്ട് എടുത്തതായിട്ടാണ് നമ്മൾ കാണുക. അപ്പം നമ്മൾ എന്താണ് ഇന്റേണലി ആയിരിക്കും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവുക. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യണം, അത് നമ്മൾ സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതിനോടുള്ളൊരു ജെന്യൂൻ ഇൻട്രസ്റ്റ് കാരണം നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ സൈക്കോളജി പഠിക്കാൻ വന്നിട്ടുള്ള മിക്ക ആൾക്കാർ സ്വന്തം ഇഷ്ടത്തിന് ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അത് ഓട്ടോണമി ഓറിയന്റേഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ ഇൻട്രൻസിക്കലി ആയിരിക്കും മോട്ടിവേറ്റഡ്. അവിടെ ഓട്ടോണമിയും കോമ്പിറ്റൻസും റിലേറ്റഡ്നെസ്സും ഉണ്ടാകും നമുക്ക്. പിന്നെ നമുക്ക് വരുന്നതാണ് കൺട്രോൾഡ് ഓറിയന്റേഷൻ. കൺട്രോൾഡ് ഓറിയന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബിഹേവിയറിനെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ കാരണമൊക്കെ ചെയ്യുന്നതായിട്ടാണ് കൺട്രോൾഡ് ഓറിയന്റേഷൻ വരുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇവിടെ ഇപ്പം ഡിഗ്രി എടുക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരായിരിക്കും, വേറെ എന്തെങ്കിലും റീസൺ കാരണം മറ്റൊരാൾ നിർബന്ധിച്ചിട്ട് എടുത്തിട്ടുണ്ടാകും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾഡ് ഓറിയന്റേഷനിലാണ് വരുന്നത്. നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ കാരണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നന്നായിട്ട് ഇപ്പോൾ നെറ്റ് എക്സാം വേണ്ടി പഠിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ പാരൻസ് പ്രഷർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രഷർ ഓർത്തിട്ടായിരിക്കാം, അങ്ങനെ വന്നാൽ അത് കൺട്രോൾഡ് ഓറിയന്റേഷൻ ആണ്. അവിടെ എന്തില്ല, അപ്പോൾ നമുക്ക് ഓട്ടോണമി ഉണ്ടാവില്ല. പിന്നെ ഇമ്പേഴ്സണൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ വരുന്നത് ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും അളവ് കുറവായിരിക്കും എന്നുള്ളതാട്ടോ മീൻ ചെയ്യുന്നത്. പിന്നെ ഇമ്പേഴ്സണൽ ഓറിയന്റേഷൻ വരുമ്പം അവിടെ ബിഹേവിയറിനെ നമ്മൾ നമ്മുടെ കൺട്രോളിൻ്റെ പുറമേ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമുക്കൊരു ഹെൽപ്ലെസ് ആയിട്ടൊക്കെയാണ് ഇമ്പേഴ്സണൽ ഓറിയന്റേഷൻ, വേറെ വഴിയില്ല എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളിപ്പം എത്ര പഠിച്ചിട്ടും കാര്യമില്ല, ഞാൻ എന്തായാലും ഫെയിലാകും, അങ്ങനെ അത്തരത്തിൽ ആ ഒരു ബിഹേവിയർ വന്നു കഴിയുന്ന സമയത്ത് നമ്മൾ അതെങ്ങനെയാണ് സംഭവിക്കാനിരുന്നത്, ഞാൻ എന്ത് ചെയ്താലും അതിലൊരു മാറ്റം വരില്ല എന്ന തരത്തിൽ നമുക്ക് തോന്നുന്നതാണ് ഇമ്പേഴ്സണൽ ഓറിയന്റേഷൻ വരുന്നത്. അവിടെ നമുക്ക് എന്തില്ല, ഓട്ടോണമിയും ഇല്ല, കോമ്പിറ്റൻസും ഇല്ല, റിലേറ്റഡ്നെസ്സും ഇല്ലാത്തൊരവസ്ഥയാണ് ഇമ്പേഴ്സണൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഓർഗാനിസ്മിക് ഇൻറ്റഗ്രേഷൻ തിയറി ഉണ്ട്. ഇത് നമ്മുടെ എസ് ടി ടിയുടെ ഒരു സബ് തിയറി പോലെ വരുന്നതാണ് ഓർഗാനിസ്മിക് ഇൻറ്റഗ്രേഷൻ തിയറി. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആൾക്കാർ ഈ എങ്ങനെ ആൾക്കാർ എക്സ്റ്റേണൽ മോട്ടിവേഷനെ ഇൻറ്റേർണലൈസ് ചെയ്യുന്നുള്ളതാണ് ഈ ഓർഗാനിസ്മിക് ഇൻറ്റഗ്രേഷൻ തിയറി പറയുന്നത്. അങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷനെ ഇന്റേണലൈസ് ചെയ്ത് ഗ്രാജുവലി അതിനെ നമ്മളൊരു സെൽഫ് ഡിറ്റർമൈൻഡ് ബിഹേവിയർ അല്ലെങ്കിൽ അതിനെ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ പോലെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓർഗാനിക് ഇൻറ്റഗ്രേഷൻ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, നമുക്ക് ആ ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റൻഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയമാണ്, നമ്മൾ തീരെ മോട്ടിവേറ്റഡ് അല്ലാതിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഒഴുക്കിന്റെ കൂടെ പോവുക എന്ന തരത്തിലായിരിക്കും പോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കോസാലിറ്റി വരുന്നത് ഇംപേഴ്സണൽ, ഇവിടെയുള്ള ഒരു ഇംപേഴ്സണൽ ലെവലിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. പിന്നെ എക്സ്റ്റേണൽ റെഗുലേഷൻ എത്തുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ എക്സ്റ്റേണൽ ഡിമാൻഡിന് അല്ലെങ്കിൽ റിവാർഡിന് വേണ്ടി പനിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന ബിഹേവിയേഴ്സ് ആണ് എക്സ്റ്റേണൽ റെഗുലേഷനിൽ വരുന്നത്. അപ്പോൾ അവിടുത്തെ ലോക്കസ് ഓഫ് കോസാലിറ്റി എക്സ്റ്റേണൽ ആണ് വരുന്നത്. ഇനി ഇൻട്രോജക്റ്റഡ് റെഗുലേഷൻ എന്ന് പറയുമ്പം അവിടെ നമ്മൾ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഒരു കണ്ടിജന്റ് സെൽഫ് എസ്റ്റീം കാരണമാണ്. ഇവിടുത്തെ ഒരു ഇൻട്രോജക്റ്റഡ് റെഗുലേഷനിൽ നമ്മളൊരു ടാസ്ക് പെർഫോം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലില്ല, നമ്മുടെ ഗിൽറ്റിനെ അവോയ്ഡ് ചെയ്യാൻ, ആൻസൈറ്റിനെ അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളൊരു പ്രൈഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ ചെയ്യുക. അപ്പോഴും ഇപ്പോഴും അതെന്താണ്, സംവാട്ട് എക്സ്റ്റേണൽ ആണ്. കാരണം ഗിൽറ്റ്, ആൻസൈറ്റി, പ്രൈഡ് എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ ഇമോഷൻസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് എന്താ, ഐഡന്റിഫൈഡ് റെഗുലേഷൻ ആണ്. ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആ ഒരു ബിഹേവിയർ ഗോളിനെ ഒരു വാല്യൂ ചെയ്ത് തുടങ്ങിയ ഒരു സമയമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെന്തായി, സംവാട്ട് ഇന്റേണൽ ആയിട്ടുള്ള ഒരു റെഗുലേഷനിലോട്ട് കോസാലിറ്റിയിലോട്ട് എത്തി. പിന്നെ വരുന്ന ഇൻ്റഗ്രേറ്റഡ് റെഗുലേഷൻ ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയർ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ടും വാല്യൂസ് ആയിട്ട് ഫുള്ളി അലൈൻ ചെയ്യുമ്പോഴാണ് ഇൻ്റഗ്രേറ്റഡ് റെഗുലേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ കോസാലിറ്റി എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതെന്നർത്ഥം, പഠിക്കാൻ തുടങ്ങുന്ന ആദ്യം എല്ലാവരെയും കൊണ്ട് സ്കൂളിൽ വിട്ടപ്പോൾ നമ്മളും പോയി കാണും. അതിന് ശേഷം ചിലപ്പോൾ നമ്മൾ പഠിച്ചാൽ മാർക്ക് കിട്ടും, പഠിച്ചില്ലെങ്കിൽ പനിഷ്മെന്റ് കിട്ടും, അതുകൊണ്ട് പഠിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു ഗിൽട്ട്, ആൻസൈറ്റി, അല്ല പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് നന്നായി പഠിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് നമുക്ക് എന്താണ്, ഇത് പേഴ്സണലി ഇമ്പോർട്ടൻ്റ് ആയി, പഠിച്ചാലേ നല്ല ജോലി കിട്ടുള്ളൂ, അങ്ങനെ നമുക്ക് ഒരു പേഴ്സണലി ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയത് കൊണ്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നെ ഇൻ്റഗ്രേറ്റഡ് റെഗുലേഷൻ എത്തുന്ന സമയത്തേക്ക് ഞാൻ നന്നായിട്ട് പഠിക്കാറുണ്ട്, ഞാൻ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ്, എൻ്റെ വാല്യൂ ആയിട്ട് അത് മാച്ച് ആവുന്നുണ്ട്, പഠിക്കുക, ലേൺ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ്, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു എന്ന തരത്തിൽ അതെന്തായി, അത് ഇൻ്റഗ്രേറ്റഡ് റെഗുലേഷൻ എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ, അത് എൻ്റെ വാല്യൂസ് ആയിട്ട് മാച്ച് ആവുന്നതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കോസാലിറ്റിയിലെത്തും. പിന്നെ ഇൻട്രിൻസിക് റെഗുലേഷൻ എത്തുന്ന സമയത്ത് അവിടെ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നത് നമ്മുടെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് നമ്മൾ ഈ ഒരു ഇന്റേണൽ ലോക്കസ് ഓഫ് കോസാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ കണ്ടിന്യൂ വരിക. അപ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ ലെവലിൽ നിന്ന് പിന്നെ എങ്ങനെ വന്ന് നമ്മുടെ ഇൻട്രിൻസിക് റെഗുലേഷൻ ലെവലിലേക്ക് എത്തും. ഇൻട്രൻസിക് റെഗുലേഷനിലാകുമ്പോഴേക്കും അതെന്തായി, ഇൻട്രൻസിക് മോട്ടിവേഷനിലായി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എക്സ്ട്രൻസിക് മോട്ടിവേഷനിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു കാര്യം വരിക. പിന്നെ വരുന്നത് ഹ്യൂമൻ റിലേഷൻ തിയറിയാണ്. ഹ്യൂമൻ റിലേഷൻ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് മായോയുടെ തിയറിയാണ്. ഈ ഒരു തിയറി, ഈ മോട്ടിവേഷൻ്റെ ഈ ഒരു തിയറി ഫോം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയീസ് സിംപ്ലി പൈസ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഉള്ള ആൾക്കാരല്ല. അവർക്ക് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ്, റെക്കഗ്നിഷൻ, ബിലോങ്ങിങ്നെസ്, അവരുടെ മാനേജേഴ്സിൻ്റെ അറ്റൻഷൻ, അതായത് നമ്മൾ ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം, ടീം വർക്ക്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ ഫാക്ടേഴ്സ് എല്ലാം എംപ്ലോയീൻ്റെ മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായ തിയറിയാണ് ഹ്യൂമൻ റിലേഷൻ തിയറി. അപ്പോൾ ഇവർ ഈ തിയറിയിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാത്തോൺ സ്റ്റഡീസ് ഉണ്ടല്ലോ, ഹാത്തോൺ സ്റ്റഡീസിൽ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, എംപ്ലോയീസിന് ആദ്യം ഇവർ ഒരു ലൈറ്റിൻ്റെ ഇലുമിനേഷൻ എങ്ങനെയാണ് വർക്കിംഗ് കണ്ടീഷനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇലുമിനേറ്റഡ് ആയിട്ടുള്ള സമയത്തും ഇലുമിനേഷൻ കുറഞ്ഞ സമയത്തും വരെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇലുമിനേഷൻ അല്ല അവിടെ എഫക്ട് ചെയ്തത്, ഇവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് ഇവർ അറിഞ്ഞപ്പം, ആ അറിഞ്ഞത് കൊണ്ട് അവരെന്ത് ചെയ്തു, കൂടുതലായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹാത്തോൺ എഫക്റ്റ് എന്നൊക്കെ പിന്നെ ഹാത്തോൺ എഫക്റ്റ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി പ്ലാന്റിൽ നടത്തിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്.
അങ്ങനെ അങ്ങനെ ഇവർ എത്തിച്ചേർന്നിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് സോഷ്യൽ നീഡ്. എംപ്ലോയീസിന് ഫ്രണ്ട്ഷിപ്പ്, ബിലോങ്ങിങ്നെസ്, ഇമോഷണൽ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ജസ്റ്റ് സാലറി മാത്രം കിട്ടിയാൽ പോരാ. അപ്പോൾ നമുക്കിപ്പം അവിടെയുള്ള ഇവർക്ക് ഓരോരോ എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള കേട്ടോ ഓരോ പ്രിൻസിപ്പിൾസും. അപ്പോൾ ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവിടെ നമ്മുടെ ഒരു കോവർക്കേഴ്സ് ആയിട്ടും സുപ്പീരിയേഴ്സ് ആയിട്ടൊക്കെ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ ആൾക്കാർ നല്ല പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്, മോട്ടിവേറ്റഡ് ആവുന്നുണ്ട് മനസ്സിലായി. പിന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, ഈ വർക്കേഴ്സിന്റെ ഇടയിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാക്കും. അപ്പോൾ ഈ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾ പ്രൊഡക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്, അതെ നമ്മൾ അത്ര അധികം പണിയൊന്നും എടുക്കണ്ട, ഇനി മുതൽ കുറച്ച് പണി എടുത്താൽ മതി എന്ന് തീരുമാനിച്ചാൽ, അവരതിൻ്റെ ഉള്ളിൽ നിന്ന് തീരുമാനിച്ചാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും, അവരുടെ മോട്ടിവേഷൻ കുറയും, അവർ പണിയെടുക്കുന്ന അളവ് കുറയും. അപ്പോൾ എന്താണ്, അവർ ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഹാത്തോൺ എഫക്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വർക്കേഴ്സിന് തോന്നുകയാണ് അവരെ വാല്യൂഡ് ആണ്, അല്ലെങ്കിൽ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ കൂടുതലായിട്ട് പണിയെടുക്കും. അതായത് നമ്മളിപ്പം ഒരു പണിയെടുക്കുന്ന ഒരാളെ പോയി നോക്കിക്കൊണ്ട് പണിയെടുക്കുന്നുണ്ടോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ അയ്യോ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പണിയെടുക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യും, ആൾക്കാർ പണിയെടുക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഒരു നല്ല 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് ട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ സ്റ്റാഫിനും എംപ്ലോയീസിനും അങ്ങോട്ട് സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഈ മാനേജേഴ്സിനും എംപ്ലോയീസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് നല്ലതായിരിക്കും. സപ്പോർട്ടീവ് ആയിട്ടുള്ള ലീഡർഷിപ്പാണ്. ഫ്രണ്ട്ലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ആണ് അവർക്കുള്ളെങ്കിൽ കൂടുതലായിട്ട് മോട്ടിവേഷൻ ഉണ്ടാകുന്നതായിട്ട് കണ്ടു. നല്ല രീതിയിൽ ലിസൺ ചെയ്യുന്ന ഒരു മാനേജർ ആണെങ്കിൽ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പെട്ടെന്ന് ആ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് നല്ല പ്രൊഡക്റ്റീവായിട്ട് മാറുന്നുണ്ട്. പിന്നെ അടുത്ത തിയറിയുടെ സെറ്റ് അത്രയായിരുന്നു നമ്മൾ പറഞ്ഞ കോണ്ടന്റ് തിയറീസ്. അതിനുശേഷം വരുന്നത് പ്രോസസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. പ്രോസസ് തിയറി ഓഫ് മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മറ്റൊടുത്ത് നമ്മൾ എന്താണ് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് മാറിയിട്ട് എങ്ങനെയാണ് ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സ്, ഡിസിഷൻസ്, എക്സ്പെക്റ്റേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആൾക്കാരെ ഒരു സർട്ടൈൻ വേയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രോസസ് തിയറി ഓഫ് മോട്ടിവേഷനിൽ നമ്മൾ നോക്കാം. അപ്പം അതിലൊന്നാമത്തത് വരുന്നതാണ് എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ. എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് റൂമാണ്. ഇതിനെ നമ്മൾ പ്രോസസ് തിയറിയുടെ ഉള്ളിലാണ് വരുന്നത്. ഫസ്റ്റത്തെ നമ്മൾ പറയുന്നത് എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ. അപ്പം ഇവിടെ ഈ ഒരു മോഡൽ പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾക്ക് ചില വേരിയബിൾസ് ഉണ്ട്, അവർ കണ്ടുപിടിച്ചിട്ടുള്ള ചില വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെയും ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എക്സ്പെക്റ്റൻസി തിയറി നോക്കുന്നത്. അപ്പോൾ ഈ റൂമിൻ്റെ ഒരു മോഡൽ അനുസരിച്ചിട്ട് പുള്ളി പറയുന്നതനുസരിച്ച് ഇൻഡിവിജ്വലിൻ്റെ മോട്ടിവേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് അവരുടെ എക്സ്പെക്റ്റേഷൻ, അതായത് ഒരു സ്പെസിഫിക് ആക്ട് വഴി അവർക്ക് ആ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കം കിട്ടുമെന്നും ആ ഒരു ഔട്ട്കത്തിന് ഇവർ എത്രമാത്രം പ്രിഫർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ മോട്ടിവേറ്റഡ് ആകില്ലേ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസ്, എക്സ്പെക്റ്റൻസി ആൻഡ് ഇൻസ്ട്രുമെന്റാലിറ്റിയാണ്. വാലൻസ് അല്ലെങ്കിൽ അട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന റിവാർഡ്, നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഔട്ട്കം ആ ഒരു പേഴ്സണ് എത്രമാത്രം ഇഷ്ടമാണ്, അവരുടെ ആ ഒരു പ്രിഫറൻസ് ആണ് അവിടെ കാണുന്നത്. നമ്മൾ പറയാണ് നിങ്ങൾ ഇന്ന് കമ്പനിയിൽ ഇത്രമാത്രം ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, ഇപ്പോൾ 100 എണ്ണം ഓർത്ത് 100 സെയിൽസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു 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 ഫോറിൻ കൺട്രിയിലോട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഒട്ടും തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ ഒരു ബാലൻസ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആ ഒരു ഔട്ട്കം അല്ലെങ്കിൽ റിവാർഡ് നമുക്ക് വേണോ വേണ്ടേ. ഇപ്പോൾ പ്രൊമോഷനാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ എനിക്ക് പ്രൊമോഷൻ വേണ്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നതെങ്കിൽ പ്രൊമോഷന് വേണ്ടി ഞാൻ പണിയെടുക്കൂല, ഞാൻ ഇതിന് പണിയെടുക്കണം, എനിക്ക് പ്രൊമോഷൻ വേണ്ടെങ്കിൽ. അതാണ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ വേറൊരാൾ അവിടെ മരിച്ച് പണിയെടുക്കുന്നുണ്ടാവും, കാരണം അയാൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിരിക്കും. നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് ടിക്കറ്റും കിട്ടുന്നു, കുറച്ച് ദിവസം ലീവും കിട്ടുന്നു, ആയി നല്ല കാര്യമാണല്ലോ എന്നൊക്കെ അയാൾ മരിച്ച് പണിയെടുക്കുന്നുണ്ടാവും. അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ -1 to +1 ആണ് നമ്മൾ ഇടുക. അതിൽ +1 ആ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു ഔട്ട്കം ഇഷ്ടമാണ് എന്നുള്ളതാണ്. -1 ആണെങ്കിൽ നമുക്ക് ആ ഔട്ട്കം ഇഷ്ടമല്ല.
സീറോ ആണെങ്കിൽ നമുക്ക് ഇൻഡിഫറൻ്റ് ആണ്, കിട്ടിയാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയാൽ പോകാൻ പോയില്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അവിടെ വരിക. പിന്നെ വരുന്നത് ആ ഒരു എക്സ്പെക്റ്റൻസിയാണ്. എക്സ്പെക്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എഫോർട്ട് പെർഫോമൻസ് പ്രോബിലിറ്റി എന്ന് പറയാം. ഞാൻ പണിയെടുത്താൽ ഈ പറഞ്ഞിട്ടുള്ള പെർഫോമൻസിലോട്ട് എനിക്ക് എത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ബിലീഫ് ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു സർട്ടൻ ലെവലിലുള്ള എഫേർട്ട് അവരിടുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ലെവൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് 100 സെയിൽസ് നടത്തണം എന്നുള്ളായിരുന്നു. ഇപ്പൊ അവർക്ക് കൊടുത്തിട്ടുള്ളത് 10 ദിവസമാണ്. 10 ദിവസത്തിനുള്ളിൽ 100 സെയിൽസ് നടത്തണം. അപ്പൊ ഇയാൾ ആലോചിക്കുക, 10 ദിവസത്തിന്റെ ഉള്ളിൽ 100 സെയിൽസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ അയാളുടെ സ്കോർ 0 ആയിരിക്കും. അതേ സ്ഥാനത്ത് അയാൾ വിചാരിക്കുകയാണ് അതൊക്കെ സില്ലി കേസ്, ഇപ്പൊ നടക്കും, 10 ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ നടത്താം എന്ന തരത്തിൽ അയാൾക്ക് വിചാരിക്കുകയാണെങ്കിൽ അയാൾ ഹാർഡ് വർക്ക് ചെയ്താൽ അയാൾക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും തോന്നുകയാണെങ്കിൽ ആ ഒരു 1 ആയിരിക്കും. അങ്ങനെയാണ് ആ റേഞ്ച് വരുന്നത് 0 to 1. എക്സാക്ട് 1 ആവുന്നില്ല, ഇൻ ബിറ്റ്വീനുള്ള നമ്പർ ആക്കാം. അപ്പോൾ നമുക്ക് 0 വരുമ്പോഴാണ് ഞാൻ എത്ര പണിയെടുത്താലും ആ ലെവൽ എത്തൂല എന്ന് തോന്നുന്ന ഒരാളായിരിക്കും 0 ഉണ്ടാക്കുക. പക്ഷെ ഞാൻ പണിയെടുത്താൽ കിട്ടും എന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്തായിരിക്കും ആ ഒരു 0ന്റെ മുകളിലോട്ടുള്ള ലെവലായിരിക്കും കൊടുക്കുക. മൂന്നാമത്തെ എലമെന്റ് വരുന്നത് ഇൻസ്ട്രുമെന്റാലിറ്റിയാണ്, പെർഫോമൻസ് റിവാർഡ് പ്രോബിലിറ്റി. അതായത് ഞാനിപ്പോൾ 100 സെയിൽ നടത്തി തന്നെ ഇരിക്കട്ടെ, ഇപ്പം ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിക്കറ്റ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇൻസ്ട്രുമെന്റാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എത്തിയാലും ആ ലെവൽ ഓഫ് പെർഫോമൻസിനെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെവൽ ഔട്ട്കം എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ലെവൽ ഔട്ട്കം എത്തിയാൽ അതുവഴി എനിക്ക് ആ ഒരു ഡിസൈഡ് ആയിട്ടുള്ള റിവാർഡിലോട്ട് എത്തുവോ, എനിക്കത് കിട്ടുമോ എന്നുള്ളതാണ് സെക്കൻഡ് ലെവൽ ഔട്ട്കം ആയിട്ട് വരുന്നത്. ഇതും എന്താണ് 0 to 1, അത് അവരുടെ പെർസെപ്ഷനാണ്, അവരെന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത് അവരുടെ ഒരു ബിലീഫാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആകുക. ഒരു പേഴ്സൺ വിചാരിക്കുകയാണ് ഞാൻ 100 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എന്തായാലും തരും, കാരണം കമ്പനി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 100 സെയിൽസ് നടത്തിയാൽ തരും എന്നുള്ളത്. പക്ഷേ 0 ആകുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുകയാണ് ഞാൻ പെർഫോം ചെയ്ത് ആ ലെവൽ കംപ്ലീറ്റ് ആക്കിയാലും എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇവർ വിചാരിക്കുക ഈ കമ്പനിയിൽ എപ്പോഴും ഇങ്ങനെയാണ്, ഇവർ ഓരോന്ന് പറയും പക്ഷെ ഒരു തേങ്ങയും തരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇനി അങ്ങനെയല്ല, ഈ കമ്പനിയിലുള്ള ആൾക്കാർ ഇതൊക്കെ പറയും 100 എണ്ണം കൊടുക്കുന്നൊക്കെ, പക്ഷെ ഇവരുടെ കുറച്ച് ഫേവറിറ്റിസം കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഫേവർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവർ ഈ ടിക്കറ്റ് കൊടുക്കുള്ളൂ, നമ്മൾ കൂടുതലായിട്ട് പണിയെടുത്താലും നമുക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവസാനം തരില്ല. അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ എനിക്കത് 0 ആയിരിക്കും. പക്ഷെ ഞാൻ 100 എണ്ണം അച്ചീവ് ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ 1 1നോട് അടുത്തുള്ള ഏതെങ്കിലും വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ എക്സ്പെക്റ്റൻസിയും ഇൻസ്ട്രുമെന്റാലിറ്റിയും ബാലൻസും എടുത്തിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷണൽ ഫോഴ്സ് കിട്ടുക എന്നുള്ളതാണ് റൂമിൻ്റെ ഐഡിയ. അപ്പോൾ റൂം ആളുടെ ഈ ഒരു മോട്ടിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാം എന്തായിരിക്കണം, ആ ഒരു 0 അല്ലാത്തൊരു വാല്യൂയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്കിപ്പം ഏതെങ്കിലും ഒരു സാധനം 0 ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, മോട്ടിവേഷനും 0 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തത്. അടുത്ത തിയറി വരുന്നത് ഇക്വിറ്റി തിയറി ഓഫ് മോട്ടിവേഷൻ ആണ്. ഇക്വിറ്റി തിയറി ഓഫ് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്തത് ആഡംസ് ആണ്. ഈ ഒരു തിയറി പറയുന്ന അനുസരിച്ച് ഇതിൻ്റെ ഒരു ഫണ്ടമെന്റൽ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് ഒരു എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പ്ലേസിൽ അവരെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഞാൻ കൊടുക്കുന്ന പണിക്കുള്ളത്, അതായത് ഞാൻ എടുക്കുന്ന എഫേർട്ടിനുള്ള പൈസ എനിക്ക് തിരിച്ചു കിട്ടണം, പൈസ എന്നല്ല റിവാർഡ് വാട്ടവർ, ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിനുള്ള ഒരു ഔട്ട്കം ആയിരിക്കണം ഞാൻ തിരിച്ച് റിസീവ് ചെയ്യേണ്ടത്. അപ്പം അവരുടെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഐസൊലേഷനിലല്ല, എൻ്റെ മാത്രം വെച്ചിട്ടല്ല ഞാൻ കമ്പയർ ചെയ്യുക, പകരം ഒരു സോഷ്യൽ കമ്പാരിസണിലൂടെയാണ്. ഞാൻ ഒരു 100 സെയിൽസ് നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയത് 100 രൂപയാണ്, പക്ഷേ വേറൊരുത്തൻ 50 സെയിൽ നടത്തിയപ്പോൾ അവന് 100 രൂപ കിട്ടി. അതെങ്ങനെ ശരിയാകും എന്ന രീതിയിലാണ് ഈ ഒരു ഇക്വിറ്റി തിയറി ഓഫ് മോട്ടിവേഷൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുമ്പം ഞാൻ എന്താണ് എൻ്റെ ജോബിൽ കൊടുക്കുന്നത്, എൻ്റെ ടൈം, എഫേർട്ട്, എബിലിറ്റി, എൻ്റെ ലോയൽറ്റി, എൻ്റെ ടോളറൻസ്, ഫ്ലെക്സിബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, കമ്മിറ്റ്മെൻറ്റ്, റിലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ, ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള കാര്യം, എൻ്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. തിരിച്ച് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ, ബോണസ്, ബെനിഫിറ്റ്സ്, സെക്യൂരിറ്റി, റെപ്യൂട്ടേഷൻ, ഡെവലപ്മെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രൈസ്, റെസ്പോൺസിബിലിറ്റി, എൻജോയ്മെൻറ്റ്, അങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടുന്ന സാധനങ്ങൾ. ഇതും ഞാൻ കൊടുക്കുന്നതും എനിക്ക് തിരിച്ചു കിട്ടുന്നതും മറ്റൊരുത്തൻ കൊടുക്കുന്നതും അവന് തിരിച്ചു കിട്ടുന്നതും ഇത് തമ്മിൽ എന്തുണ്ടാവണം, അത് തമ്മിലൊരു ഇക്വാലിറ്റി ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഫെയർനെസ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇക്വിറ്റി തിയറി ഓഫ് മോട്ടിവേഷൻ പറയുന്നത്.
അപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റേഷ്യോനെ അവർ കൊടുക്കുന്ന ഇൻപുട്ടിനെയും അതുപോലെ തന്നെ അവർക്ക് തിരിച്ച് റിസീവ് ചെയ്യുന്ന ഔട്ട്കമ്മും ഈ തമ്മിലുള്ള ഒരു റേഷ്യോ മനസ്സിലാക്കി വെക്കും. അതിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിറ്റി എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് തോന്നുന്നതാണ് അവരുടെ ഒരു റേഷ്യോ ഔട്ട്കം ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോ മറ്റൊരു പേഴ്സൻ്റെ ഔട്ട്കം ബൈ ഇൻപുട്ടിന് ഈക്വൽ ആണെങ്കിൽ അവിടെ സ്റ്റേറ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ടാകും. അപ്പൊ ഇവിടെ നമ്മുടെ ഔട്ട്കമും നമ്മുടെ ഇൻപുട്ടും മറ്റൊരാളുടെ ഔട്ട്കമും മറ്റൊരാളുടെ ഇൻപുട്ടും കൂടെ ഇത് തമ്മിൽ ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അപ്പോഴാണ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിറ്റി ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് ഞാനൊരു 100 എണ്ണം സെയിൽ ചെയ്തു, അപ്പൊ എനിക്ക് 100 രൂപ കിട്ടി. മറ്റൊരുത്തന് 100 എണ്ണം സെയിൽ ചെയ്തു, അപ്പൊ അയാൾക്ക് 100 രൂപ കിട്ടി. അപ്പൊ ഇവിടെ എന്തായി ഈക്വൽ. ബേസിക്കാ പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്, രണ്ടും ഔട്ട്പുട്ടും കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തായാലും ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതാണ് സ്റ്റേറ്റ് ഓഫ് ഇക്വിറ്റി. ഇനി സ്റ്റേറ്റ് ഓഫ് ഇനീക്വാലിറ്റി 2 ടൈപ്പ് വരും, ഓവർ പെയ്ഡും അണ്ടർ പെയ്ഡും വരും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഔട്ട്കം ഇൻപുട്ട് റേഷ്യോ മറ്റൊരാളുടെ ഔട്ട്കം ഇൻപുട്ട് റേഷ്യോനെക്കാളും കൂടുതലാണെങ്കിലാണ് ഈ ഒരു ഓവർ പെയ്ഡ് വരുന്നത്. അതായത് ഞാൻ 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് 200 രൂപ കിട്ടി, പക്ഷെ മറ്റൊരുത്തൻ 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തപ്പം അവന് ജസ്റ്റ് 100 രൂപ കിട്ടുള്ളൂ, അപ്പോൾ എനിക്കല്ലേ കൂടുതലായിട്ട് കിട്ടിയത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഇനിക്വിറ്റി തന്നെയാണ്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ഇനിക്വിറ്റി രണ്ടാമത്തത് അണ്ടർ പെയ്ഡ് ആണ്. അവിടെ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്കം ഇൻപുട്ട് റേഷ്യോ മറ്റൊരാളതും കമ്പയർ ചെയ്യുമ്പോൾ മറ്റവനായിരിക്കും കൂടുതൽ ഉണ്ടാക്കുക. ഇതെന്ത് ചെയ്യും, നേരെ തിരിച്ചു വരും. ഇവിടെ ഇപ്പം ഞാൻ 100 എണ്ണം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് 100 രൂപ കിട്ടി, പക്ഷെ മറ്റവൻ എന്തായി 100 എണ്ണം ഉണ്ടാക്കിയപ്പോൾ അവൻ 200 രൂപ കൊടുത്തു. അപ്പോൾ അവിടെ നമുക്ക് അണ്ടർ പെയ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്പാരിസൺ നടത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതറായിട്ട് വരുന്ന അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കമ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പോയിന്റ് ഓഫ് റെഫറൻസസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 4 എണ്ണമാണ് വരിക. ഒന്ന് സെൽഫ് ഇൻസൈഡ് ആണ്, അതായത് നമ്മൾ ചെയ്യുന്ന പൊസിഷനിലുള്ള നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തന്നെ ആ സെയിം ഓർഗനൈസേഷനിൽ പണ്ടൊരു പൊസിഷനിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, പണ്ട് ഞാൻ താഴ്ന്ന പൊസിഷനിൽ നിന്നപ്പം കുറച്ച് പണിയെടുത്തപ്പം എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് പൈസ കിട്ടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പണി കൂടിയെന്നുള്ളൂ പൈസ കൂടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇനീക്വിറ്റി വരും. പിന്നെ സെൽഫ് ഔട്ട്സൈഡ് ആണ്, നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ലെവലിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വേറൊരു ഓർഗനൈസേഷൻ, നമ്മളൊരു കമ്പനി എയിൽ പണിയെടുത്തിട്ടായിരിക്കും ഇപ്പോൾ കമ്പനി ബിയിൽ വന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കമ്പനി എയിൽ എനിക്ക് കിട്ടിയതിനേക്കാളും കമ്പനി ബിയിൽ കൂടുതലാണോ അതോ കമ്പനി ബിയിൽ എനിക്ക് കുറവാണോ കിട്ടുന്നത് എന്ന് കമ്പയർ നോക്കുന്നതാണ് സെൽഫ് ഔട്ട്സൈഡ്. പിന്നെ അതർ ഇൻസൈഡ് ആണ്. ഇവിടെ നമ്മൾ നോക്കുക എൻ്റെ പൈസയും അപ്പുറത്തുള്ള നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള വേറൊരുത്തൻ്റെ പൈസയായിട്ടാണ് നോക്കുക. ഇനി അതർ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഇൻപുട്ടും ഞാൻ ഈ ഒരു ഓർഗനൈസേഷനിലാണ്, വേറൊരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ കമ്പനി ബിയിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരുത്തൻ്റെ പൈസയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ ആയിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. അതാണ് അതർ ഔട്ട്സൈഡിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഇനീക്വിറ്റി കണ്ടാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പൈസ തരുന്നത് കുറവാന്ന് തോന്നി കഴിഞ്ഞാൽ പണിയെടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പൈസ കിട്ടുന്നുണ്ടെന്നാണ്. അതായത് നമുക്ക് ആ ഒരു 2 തരത്തിലും വന്നല്ലോ. ഒന്ന് നമുക്ക് ഓവർ പെയ്ഡും ആകാം, അണ്ടർ പെയ്ഡും ആകാം. അണ്ടർ പെയ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ പണി കുറയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത്രയും പണിയെടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇത്രയല്ലേ തരുന്നുള്ളൂ, അത്രയും പണിയെടുത്താൽ കൊടുക്കുക. നമുക്ക് ഓവർ പെയ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ കൂടുതലായിട്ട് പണിയെടുക്കുക. പിന്നെ ഉള്ളത് ഔട്ട്കം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് പോയിട്ട് എനിക്കൊന്ന് പൈസ കൂട്ടി തരണം, ഞാൻ മറ്റുള്ളവരെക്കാളും പണി കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പൈസ കുറവാണ്, പറ്റത്തില്ല, അതൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് സെൽഫിന് ഉള്ള ആ ഒരു പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഓവർ പെയ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം നമ്മളോട്, അത് ഞാൻ മറ്റവനേക്കാളും അടിപൊളി ആയതുകൊണ്ടാണ്, ഞാൻ കുറച്ച് ബെറ്റർ ആയതുകൊണ്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ പൈസ കൂടുതൽ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അവന് പൈസ കൂടുതൽ കിട്ടുന്നത് അവൻ്റെ ജോലി കുറച്ച് റിസ്കി ആയിട്ടുള്ള ജോലിയാണ്, അല്ലെ അവന് കുറച്ച് എക്സ്പീരിയൻസ് കൂടുതലുണ്ട്, അല്ലെ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ മാറ്റാം. പിന്നെ എന്താണ്, ഒരു ഡിഫറെൻറ്റ് റെഫറൻസ് എലമെന്റിനെ എടുക്കാം. നമ്മളിപ്പം ചൂസ് ചെയ്തിട്ടുള്ള പേഴ്സണെ മാറ്റിയിട്ട് മറ്റൊരാളെ നോക്കിയിട്ട് അയാൾക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ, അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഞാനാ ഭേദം എന്ന രീതിയിൽ നമുക്കൊരു സമാധാനം കിട്ടും. പിന്നെ ഉള്ളത് ആ സിറ്റുവേഷൻ ലീവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ജോബ് എൻവറോൺമെന്റിൽ നിന്ന് ഒന്നെങ്കിൽ നമ്മൾ ലീവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ റിസൈൻ ചെയ്ത് ഇറങ്ങി പോവുക എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഇനിക്വിറ്റിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അടുത്തത് വരുന്നത് പെർഫോമൻസ് സാറ്റിസ്ഫാക്ഷൻ മോഡൽ ഓഫ് മോട്ടിവേഷൻ ആണ്. പോട്ടറിൻ്റെയും അതുപോലെ തന്നെ ലവ്ലറിൻ്റെയും ഒരു മോഡലാണ്.
ഈ ഒരെണ്ണം വരുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഇവരുടെ ഒരു തിയറി എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള മൾട്ടിവേരിയേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഓഫ് മോട്ടിവേഷൻ ആണ്. ഇത് റൂമിന്റെ എക്സ്പെക്റ്റൻസി തിയറിയിൽ നിന്നാണ് ഈ പെർഫോമൻസ് സാറ്റിസ്ഫാക്ഷൻ മോഡൽ വരുന്നത്. ഈ മോഡൽ പറയുന്ന അനുസരിച്ചിട്ട് മോട്ടിവേഷൻ, പെർഫോമൻസ്, സാറ്റിസ്ഫാക്ഷൻ ഈ സാധനങ്ങളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. ഇതിനെല്ലാം കൂടെ നമ്മളെ ഒരു കോംപ്ലക്സ് സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് വഴിയാണ് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലീനിയർ പാത്ത് അല്ല ഇവർ തമ്മിലുള്ളത്. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് പറയുന്നത്. ഇവരുടെ ഒരു തിയറി അനുസരിച്ചിട്ട് അവർ കുറേ കോമ്പണൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എഫേർട്ടാണ്. എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഫോഴ്സ് എത്ര മാത്രമാണ്. ഒരു ഇൻഡിവിജ്വൽ എക്സേർട്ട് ചെയ്യുന്ന അവരുടെ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സേർട്ട് ചെയ്യുന്ന എനർജിയുടെ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ എമൗണ്ട് എത്ര മാത്രമാണെന്നുള്ളതാണ് ആ ഒരു എഫോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിവാർഡ്, വാല്യൂ ഓഫ് റിവാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രൂമിന്റെ തിയറിയിൽ ഉണ്ടായിരുന്ന ബാലൻസിനോട് സിമിലർ ആണ്. നമുക്ക് എത്രമാത്രം ആ ഒരു റിവാർഡ് അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പെർസീവ്ഡ് എഫോർട്ട് റിവാർഡ് പ്രോബബിലിറ്റി ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം പണിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റിവാർഡ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം, എത്രമാത്രം റിവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പെർഫോമൻസ് ആണ് അടുത്തത് വരുന്നത്. പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഔട്ട്കം അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെന്റ്, ആ ഒരു എഫോർട്ട് കാരണം അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഔട്ട്കം എന്താണ്, ഏത് ലെവലിൽ അയാൾ പണിയെടുത്തു എന്നുള്ളതാണ് പെർഫോമൻസ്. റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, അത് രണ്ട് തരത്തിലുള്ള റിവാർഡ് വരും. ഇൻട്രൻസിക്കും എക്സ്ട്രിൻസിക്കും വരും. ഇൻട്രൻസിക് എന്ന് പറയുമ്പം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയപ്പം അയാൾക്ക് എന്ത് ഫീൽ ചെയ്തു, അയാൾക്ക് ഒരു ഫീലിംഗ് ഓഫ് അച്ചീവ്മെന്റ്, സംഭവമാണല്ലോ ഞാൻ ഇത് ചെയ്തല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നോ. അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് ആയിട്ട് അയാൾക്ക് എന്ത് കിട്ടി, അയാൾക്ക് പൈസ കിട്ടിയോ അല്ലെങ്കിൽ അയാൾക്ക് പ്രൊമോഷൻ കിട്ടിയോ, അങ്ങനെ അയാൾക്ക് എന്താ കിട്ടിയത്. ലാസ്റ്റത്തെ എലമെന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ റിവാർഡ് കിട്ടിയ സമയത്ത് ഇയാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇന്റേണൽ സ്റ്റേറ്റ് എന്താണ്, അയാൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീല് തോന്നിയോ, അയാൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലെവലിൽ ഉണ്ടായിരുന്നോ. അപ്പൊ അതിനെയൊക്കെയാണ് നമുക്കത് വരിക. അതുപോലെ തന്നെ അത് ഇക്വിറ്റബിൾ ആയിട്ടുള്ള അയാൾക്ക് ഫീൽ ചെയ്തോ, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണോ അയാൾക്ക് കിട്ടിയിട്ടുള്ളത് ഇല്ലേ എന്നുള്ളതൊക്കെയാണ് അവിടെ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു എഫോർട്ടും പെർഫോമൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവർ പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ എഫോർട്ട് ഇട്ടു എന്നോർത്ത് മാത്രം പെർഫോമൻസിലോട്ട് പോകണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഇടയിൽ ചില വേരിയബിൾസ് വരുന്നുണ്ട്, രണ്ട് സ്പെസിഫിക് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന് എബിലിറ്റി ആൻഡ് ട്രെയ്റ്റ് ആണ്. അതായത് ഒരു പേഴ്സന്റെ പേഴ്സണൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകിച്ച് അയാളെ നോളജ്, സ്കില്ല്, ഇന്റലക്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് നമുക്കിപ്പം ഒരു കാര്യത്തിന് രണ്ടാൾക്കാരെടുക്കാണ്. ഈ രണ്ടാൾക്കാരിൽ ഒരാൾക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടൊരു ടാലന്റ് അയാൾക്ക് ഉണ്ട്, പക്ഷെ മറ്റേ ആൾക്ക് അതില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, ഒരു ദിവസം 1 മണിക്കൂർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇയാൾക്ക് പ്രോ ആകാൻ വേണ്ടി പറ്റും. ഇയാൾ ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് കഷ്ടപ്പെട്ടാലും ഇയാളുടെ അത്രയും പ്രോ ആകാൻ വേണ്ടി പറ്റിക്കോണമെന്നില്ല. അപ്പൊ നമ്മുടെ എഫോർട്ട് ഇട്ടു എന്ന് ഓർത്ത് മാത്രം പെർഫോമൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ബെറ്റർ ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഉള്ളത് റോൾ പെർസെപ്ഷൻ ആണ്. റോൾ പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽസ് അവരുടെ ജോബിനെയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബിഹേവിയേഴ്സിനെയൊക്കെ അവരെങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഹൗ ദ ഇൻഡിവിജ്വൽ വ്യൂ ദ ജോബ് ആൻഡ് ദ സ്പെസിഫിക് ബിഹേവിയർ ദേ ബിലീവ് ആർ നെസസറി ടു പെർഫോം ഇറ്റ് സക്സസ്ഫുള്ളി. അവരുടെ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണെന്ന് അവർക്ക് തോന്നുന്ന ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടും അവരുടെ ജോബിനെ പറ്റിയിട്ടൊക്കെയുള്ള അവരുടെ ഒരു പെർസെപ്ഷനും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ എലമെന്റ്. അപ്പം ഈ രണ്ട് സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എഫോർട്ട് പെർഫോമൻസിലോട്ട് ലീഡ് ചെയ്യോ ഇല്ലേ എന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ പാത്ത് എന്ന് പറയുമ്പോഴും ഇപ്പോൾ നമ്മൾ ഈ ഒരു പെർഫോമൻസ് വഴി നമുക്കൊരു റിവാർഡ് കിട്ടുമെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു റിവാർഡ് സാറ്റിസ്ഫാക്ഷനിലോട്ട് എത്തണമെങ്കിൽ അത് ഇൻഡിവിജ്വലിൻ്റെ ഒരു ഫെയർനെസ് ക്രൈറ്റീരിയയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം, മീറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അവർക്കൊരു പെർസീവ്ഡ് ഇക്വിറ്റബിൾ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫിൽട്ടറിൽ കൂടെ പാസ് ചെയ്ത് പോയാലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പെർസീവ്ഡ് ഇക്വിറ്റബിൾ റിവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വല്
ആ ഒരു റിവാർഡ് അവർ റിസീവ് ചെയ്തിട്ടുള്ള ആ ഒരു റിവാർഡിനെ അവർക്ക് ശരിക്കും റിസീവ് ചെയ്യേണ്ടിയിരുന്ന ഒരു സാധനമായിട്ട് അവരുടെ ആ ഒരു പെർഫോമൻസ് ലെവൽ വെച്ചിട്ട് ഇതാണോ ഞാൻ ശരിക്കും ഡിസേർവ് ചെയ്യുന്നതെന്ന് എന്ന് ആലോചിക്കുന്ന സമയത്ത് അവർക്ക് യെസ് ആണോ നോ ആണെന്ന് തോന്നുന്നത്. അതാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. അപ്പൊ റിവാർഡിനെ നമുക്ക് ഫെയർ ആയിട്ടും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിന്റെ വാല്യൂസ് ആയിട്ടും ഒക്കെ മാച്ച് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാല്യൂ ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് ഈ റിവാർഡ് വരുന്നതെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ സംഭവിക്കും. നമുക്ക് ആഗ്രഹിച്ച ഒരു സാധനം ഫെയർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഓക്കെ, നല്ല ഒരു സന്തോഷം ഉണ്ടാക്കും. ഇപ്പോൾ പോർട്ടർ ലോയറിന്റെ മോഡലിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് വാല്യൂ ഓഫ് റിവാർഡ് ഉണ്ട്, അതുപോലെ തന്നെ പെർസീവ്ഡ് എഫോർട്ട് റിവാർഡ് പ്രോബബിലിറ്റി ഉണ്ട്. ഈ രണ്ട് എലമെന്റ്സും നമ്മുടെ എഫോർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ എഫോർട്ടിനെ പെർഫോമൻസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് മാറുമോ മാറില്ലേ, എത്രമാത്രം മാറും എന്ന് തീരുമാനിക്കുന്നത് റോൾ പെർസെപ്ഷനും എബിലിറ്റി ആൻഡ് ട്രേറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പെർഫോമൻസ് ഉണ്ടാകുന്നു. ഈ പെർഫോമൻസിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇൻട്രിൻസിക് ആയിട്ടുള്ള റിവാർഡും എക്സ്ട്രിൻസിക് ആയിട്ടുള്ള റിവാർഡും കിട്ടും. അതിനുശേഷം നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയയിലൂടെ ഒരു പെർസീവ്ഡ് ഇക്വിറ്റി ഓഫ് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. ഇതാണ് പോർട്ടർ ലോയറിന്റെ മോഡലായിട്ട് വരുന്നത്. അടുത്ത തിയറി വരുന്നത് അറ്റ്കിൻസന്റെ തിയറി ഓഫ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആണ്. ഈ ഒരു തിയറിയിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഈ ഒരു തിയറി പറയുന്നതനുസരിച്ചിട്ട് ഇവരൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ ആ ഒരു ടാസ്കിനെ, എന്തെങ്കിലും ഒരു ടാസ്കിനെ അപ്രോച്ച് ചെയ്യുമോ അതോ അവോയ്ഡ് ചെയ്യുമോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ്. അതിനെയാണ് ഈ ഒരു അച്ചീവ്മെന്റ് മോട്ടിവേഷന്റെ തിയറി ആയിട്ട് വരുന്നത്. ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള ഫോഴ്സ് അല്ല, പക്ഷേ ഇത് നമുക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷെയിം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ രണ്ട് എലമെന്റ്സ് തമ്മിലുള്ള ഒരു ബാലൻസ് ആയിട്ടാണ് മോട്ടിവേഷൻ വരുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഇവര് 4 സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആൻഡ് സിറ്റുവേഷണൽ ആയിട്ടുള്ള വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്തു. ഒന്നാമത്തത് മോട്ടിവേഷൻ ടു സക്സസ് ആണ്. മോട്ടിവേഷൻ ടു സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ്. അവിടെ എന്താണ്, ഒരാൾക്ക് ഒരു അവര് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അക്കംപ്ലിഷ്മെന്റ്സിലായിക്കോട്ടെ, അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവർക്ക് ആ ഒരു പ്രൈഡ് ഫീൽ ചെയ്യുന്ന ആ ഒരു സാധനമാണ് മോട്ടീവ് ടു സക്സസ്ഫുൾ. അതായത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവ്. പിന്നെ മോട്ടിവേഷൻ ടു അവോയ്ഡ് ഫെയിലിയർ ഉണ്ട്. ഈ മോട്ടിവേഷൻ ടു അവോയ്ഡ് ഫെയിലിയർ വരുന്ന സമയത്ത് ഇവിടെ ആ ഒരു തോക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഷെയിം ഉണ്ടാവും. ആ ഒരു ഷെയിമിനോടുള്ള ആൻസൈറ്റി ആൻഡ് ഫിയർ ഒക്കെയാണ് മോട്ടീവ് ടു അവോയ്ഡ് ഫെയിലിയർ വരുന്നത്. അപ്പൊ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകുക എന്നുള്ളതിനേക്കാൾ ഇവരുടെ ഉദ്ദേശം തോക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ വരുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെക്ടൻസി, എത്രമാത്രം ഇവർക്ക് ആ ഒരു സ്പെസിഫിക് ടാസ്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിനെ പറ്റി. പിന്നെ വരുന്നത് നാലാമത്തത് ഇൻസെന്റീവ് വാല്യൂ ആണ്. ഇൻസെന്റീവ് വാല്യൂ എന്ന് വെച്ചാൽ റിലേറ്റീവ് റിവാർഡ് ഓഫ് സക്സീഡിങ്. റിലേറ്റീവ് റിവാർഡ് ഓഫ് സക്സീഡിങ്, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ആ ഒരു റിവാർഡ്, അതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്. അപ്പം ഇവിടെ ആ ഒരു ഈ ഒരു ഇൻസെന്റീവ് വാല്യൂനെയും അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ, ഇത് തമ്മിൽ ഒരു ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്നുള്ളതാണ് അറ്റ്കിൻസൺ പറയുന്നത്. അതുകൊണ്ട് നമ്മളവിടെ 1 - PS പ്രോബിലിറ്റി ഓഫ് സക്സസിനെ 1ൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസെന്റീവ് വാല്യൂ കിട്ടും. അപ്പം ഇവിടെ പുള്ളി ഫോം ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റിന്റെ ഇക്വേഷനിലോട്ട് വരുന്ന സമയത്ത് ഈ ടോട്ടലായിട്ട് നമുക്ക് വരുന്ന ഒരു മോട്ടിവേഷനെ T വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു റിസൾട്ടന്റ് ആയിട്ട് വരുന്ന മോട്ടിവേഷൻ ഈ പേഴ്സന്റെ ആ ഒരു സക്സസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസിനെയും അതുപോലെ തന്നെ ഫെയിലിയറിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസിനെയും ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഇതാണ് സക്സസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ആൻഡ് ഇതാണ് ഫെയിലിയറിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി. അപ്പോൾ T എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ, MS കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോട്ടീവ് ടു അച്ചീവ് സക്സസ്, PS കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ആൻഡ് IS കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസെന്റീവ് വാല്യൂ ഓഫ് സക്സസ് ആണ്. ആൻഡ് MF കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോട്ടീവ് ടു അവോയ്ഡ് ഫെയിലിയർ, PF കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ, ആൻഡ് IF കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസെന്റീവ് വാല്യൂ ഓഫ് ഫെയിലിയർ ആണ്. അപ്പോൾ നമുക്കിപ്പം മോട്ടിവേഷൻ ടു
സക്സീഡ് ആണ് ഒരു പേഴ്സൺ സ്ട്രോങ്ങർ ആയിട്ടുള്ളതെങ്കിൽ, അതായത് ഈ ഒരു എലമെന്റ് ആണ് സ്ട്രോങ്ങർ ആയിട്ട് വരുന്നതെങ്കിൽ അയാളിൽ എന്തായിരിക്കും, അയാൾ ആ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഫെയിലിയർ ആണ്, ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആണ് കൂടുതലായിട്ട് വരുന്നതെങ്കിൽ, ഈ ഒരു എലമെന്റ് ആണ് കൂടുതലെങ്കിൽ അയാൾ ആ ടാസ്ക് കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യാനായിരിക്കും സാധ്യത. നമുക്ക് പിന്നെ വരുന്നത് ഇവിടെ അപ്രോച്ച് മോട്ടിവേഷനും അവോയ്ഡൻസ് മോട്ടിവേഷനാണ്. അപ്രോച്ച് മോട്ടിവേഷൻ എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു പേഴ്സണ് സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മോട്ടീവാണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ, അപ്പോൾ അവർക്ക് ആ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലസ് ആ ടാസ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള റിവാർഡും ആണെങ്കിൽ ആ പേഴ്സണ് അപ്രോച്ച് മോട്ടിവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അവോയ്ഡൻസ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഫിയർ ഓഫ് ഫെയിലിയർ ആണ് കൂടുതൽ, അതുപോലെ തന്നെ തോറ്റു പോയാൽ ഉണ്ടാവുന്ന ആ ഒരു കോൺസിക്വൻസ് ആണ് എടുത്ത് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ടാസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹോപ്പ് ഓഫ് സക്സസ് ആണ് ഒരു ആ ഒരു സൈഡ്, ഇക്വേഷൻ്റെ ഹോപ്പ് ഓഫ് സക്സസ് ഈ ഒരു സൈഡാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ, ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയറിനെക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ ആ ടാസ്കിൽ എൻഗേജ് ചെയ്യും എന്നുള്ളതാണ് ഈ തിയറി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ ഈ തിയറി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ ആൾക്കാരുടെ പേഴ്സണാലിറ്റി പ്രൊഫൈൽ വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണാലിറ്റി ടൈപ്പിൽ വരുന്ന ഒന്ന് ഹൈ അച്ചീവേഴ്സ് ആണ്. ഇവർക്ക് ഹൈ മോട്ടിവേഷൻ ടു സക്സസ്സും ഉണ്ടാകും, അതുപോലെ തന്നെ ലോ മോട്ടിവേഷൻ ടു അവോയ്ഡ് ഫെയിലിയറും ഉണ്ടാകും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, ഫെയിലിയറിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി കുറവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവർ മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഉള്ള ടാസ്കുകളായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർക്കൊരു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീഡ് ഫോർ മോട്ടിവേഷൻ്റെ കേസിൽ, അപ്പോൾ അത്തരത്തിൽ അവർക്ക് ആ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, പേഴ്സണൽ അക്കംപ്ലിഷ്മെൻറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ടാസ്കുകൾ ചൂസ് ചെയ്യും. പിന്നെ അവോയ്ഡൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ മോട്ടിവേഷൻ ടു സക്സസ് കുറവായിരിക്കും, പക്ഷേ മോട്ടിവേഷൻ ടു അവോയ്ഡ് ഫെയിലിയർ എന്തായിരിക്കും, ഭയങ്കര കൂടുതലുമായിരിക്കും. അപ്പോൾ ഇവർ ചൂസ് ചെയ്യുക ഒന്നെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള ടാസ്കുകളാകുന്ന സമയത്ത് അവർക്ക് എന്തായാലും ഫെയിൽ ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയില്ല, എന്തായാലും സക്സസ്ഫുൾ ആകും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ടാസ്ക് എടുക്കുകയാണെങ്കിൽ അത് ടാസ്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ തോറ്റുപോയത്, അപ്പോൾ നമുക്ക് ആ ഒരു പേഴ്സണൽ ഷെയിം ഫീൽ ചെയ്യില്ല. അങ്ങനെയാണ് അവോയ്ഡൻസ് ഓറിയൻറ്റഡ് ആൾക്കാർ. പിന്നെ ആംബിവാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഹൈ മോട്ടിവേഷൻ ടു സക്സസ്സും ആയിരിക്കും, ഹൈ മോട്ടിവേഷൻ ടു അവോയ്ഡ് ഫെയിലിയറും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവുക, ഭയങ്കര ഹാൻഡ്സൈറ്റൊക്കെ ആയിരിക്കും. കാരണം ഇവർക്ക് രണ്ടും വേണം, സക്സസ്ഫുൾ ആവുകയും ചെയ്യണം എന്നാൽ ഫെയിലിയറിനെ അവോയ്ഡും ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും. അടുത്ത ഒരു തിയറി വരുന്നത് കരോൾ ഡ്വെക്കിൻ്റെ അച്ചീവ്മെൻറ്റ് ഗോൾ തിയറിയാണ്. അപ്പോൾ ഈ അച്ചീവ്മെൻറ്റ് ഗോൾ തിയറിയിൽ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കുന്നത് ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഗോൾസും അതുപോലെ തന്നെ അവരുടെ സക്സസിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷനും, ഈ സാധനം എങ്ങനെയാണോ ഒരു പേഴ്സൻ്റെ മോട്ടിവേഷനെയും ബിഹേവിയറിനെയൊക്കെ ആ ഒരു അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെയും കാര്യങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതാണ് കരോൾ ഡ്വെക്കിൻ്റെ അച്ചീവ്മെൻറ്റ് ഗോൾ തിയറി വരുന്നത്. അപ്പോൾ ഈ തിയറി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ആൾക്കാരുടെ ഡിഫറെൻറ്റ് ഗോൾ ഓറിയൻറ്റേഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷണലും അക്കാദമിക് ആയിട്ടുള്ള ഔട്ട്കമ്മിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് ഗോൾ തിയറി അനുസരിച്ച് രണ്ട് വേസ് ഓഫ് അപ്രോച്ചിങ് ടാസ്ക് ആണുള്ളത്, അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ഗോൾ ഓറിയൻറ്റേഷൻസ് ആണുള്ളത്. ഒന്നാമത്തത് മാസ്റ്ററി ഗോളാണ്, അല്ലെങ്കിൽ ലേണിംഗ് ഗോൾസ് എന്ന്. അപ്പോൾ മാസ്റ്ററി ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉദ്ദേശം നമുക്കൊരു ടാസ്കിൽ കോമ്പീറ്റൻസ് ഉണ്ടാക്കുക, നമ്മളൊരു കാര്യം പഠിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ്. ഇന്നത്തെ എക്സാമിന് ഞാൻ 10 മാർക്കാണ് വാങ്ങിയെങ്കിൽ നാളത്തേന് എനിക്ക് 20 വാങ്ങണം, ഇത് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളെ സ്വന്തം സെൽഫിനെ പഴയതും പുതിയതും ആയിട്ടുള്ള നമ്മൾ എത്രമാത്രം ബെറ്ററായി, നമ്മൾ എത്രത്തോളം ചേഞ്ച് വന്നു, അങ്ങനെയാണ് നമ്മൾ നോക്കുക. അതാണ് മാസ്റ്ററി ഗോൾ. പെർഫോമൻസ് ഗോൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഭയങ്കര കഴിവുള്ളവരാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പം നമ്മൾ മറ്റുള്ളവരിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ബെറ്റർ ആണെന്നുള്ളൊരു തോന്നലാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിക്കുക, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് പ്രൈസ്, നീ അടിപൊളിയാണല്ലോ എന്ന് മറ്റുള്ളവർ പറയിപ്പിക്കുക, അതുപോലെ ഒരു സ്റ്റുപ്പിഡായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാതിരിക്കുക, അങ്ങനെയാണ്. അപ്പോൾ പെർഫോമൻസ് ഗോൾ ഓറിയൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിന് 15ഉം എനിക്ക് 10 മാർക്കാണുള്ളെങ്കിൽ അടുത്ത പ്രാവശ്യം ഫ്രണ്ടിനേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് വാങ്ങണം എന്ന് തോന്നുവാണെങ്കിൽ അതാണ് പെർഫോമൻസ് ഗോൾസിൽ വരുന്നത്. ഈ പെർഫോമൻസ് ഗോളിൽ ചില സബ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സബ് ടൈപ്പിൽ ഒന്ന് വരുന്നത് പെർഫോമൻസ് അവോയ്ഡൻസ് ആണ്. പെർഫോമൻസ് അവോയ്ഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
മറ്റുള്ള ഒരാളെക്കാളും കുറച്ചും കൂടെ ഹയസ്റ്റ് ആയിട്ടുള്ള ഗ്രേഡ്സ് അല്ലെങ്കിൽ ഗ്രേഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അയാളെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ട് നമ്മുടെ സുപ്പീരിയോറിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് അപ്രോച്ച് വരുന്നത്. പെർഫോമൻസ് അവോയ്ഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റുള്ളവരെക്കാളും ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ഒരു ഫെയിലിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇൻകോമ്പീറ്റൻ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കര ആൻസൈറ്റിയും പ്രൊക്രാസ്റ്റിനേഷനൊക്കെ ആയിരിക്കും ഇവരുടെ ട്രെയ്റ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള 2 തരത്തിലുള്ള ഓറിയന്റേഷൻ വരുന്ന സമയത്ത് അത് അവരുടെ ഔട്ട്പുട്ട് എങ്ങനെ ചേഞ്ച് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്ററി ഓറിയന്റേഷൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നല്ല ലേണിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ സെൽഫിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭയങ്കര പെർസിസ്റ്റൻസ് ഉള്ള ആൾക്കാരായിരിക്കും. കൂടുതൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. കാരണം അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ഗ്രോത്ത് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇനി പെർഫോമൻസ് ഓറിയന്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു സർഫസ് ലെവൽ ലേണിംഗ് ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, മറ്റുള്ളവരെ തോപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്തുള്ള അല്ലെങ്കിൽ ഷോ ഓഫിന് വേണ്ടിയിട്ടുള്ള ലേണിംഗ് അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഒരു ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഞാൻ നാണം കെട്ടു, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യണം. കാരണം മറ്റൊരാളെ വെച്ചിട്ടല്ലേ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇയാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പൊട്ടയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഗിവ് അപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡെക്കിന്റെ അച്ചീവ്മെന്റ് ഗോൾ തിയറി അനുസരിച്ചിട്ട് ഇവർ മറ്റൊരു തിയറിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുവഴി ഫോം ചെയ്തിട്ടുള്ള പുതിയ തിയറിയാണ് ഇംപ്ലിസിറ്റ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ പുള്ളിക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റലിജൻസിന് 2 തരത്തിലുള്ള നേച്ചറാണ് പറയുന്നത്. അതായത് ഇൻ്റലിജൻസ് ഫിക്സ്ഡ് ആണോ അതോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണോ, അത് പറ്റുമോ ഇല്ലേ എന്നുള്ളതല്ല, എങ്ങനെയാണ് അതിനെ പറ്റിയിട്ട് ആൾക്കാർ വിശ്വസിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ആ ഒരു പെർഫോമൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് ഫിക്സ്ഡ് ആണെന്ന് വിശ്വസിക്കുന്ന, നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു എൻറ്റിറ്റി തിയറിയിൽ വരുന്നത്. ഇനി ഇൻ്റലിജൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ എഫോർട്ടും ലേണിങ്ങും വഴി ഡെവലപ്പ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇൻക്രിമെൻ്റൽ തിയറിയിൽ വരുന്നവർ, ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ. അപ്പോൾ ഇവരിൽ എൻറ്റിറ്റി തിയറി എടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ എബിലിറ്റീനെ പറ്റിയിട്ടുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം നല്ല ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ഞാൻ സ്മാർട്ടാണ്, ഇൻ്റലിജൻസ് ഇല്ലെങ്കിൽ ഞാൻ സ്മാർട്ട് അല്ല, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഇൻക്രിമെൻ്റൽ തിയറി പറയുന്നതനുസരിച്ച് ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ബെറ്റർ ആവാൻ വേണ്ടി പറ്റും. ആൻഡ് ഐഡൻറ്റിറ്റി തിയറിയിൽ എഫോർട്ടിനെ അവർ കാണുന്നത് ഞാൻ കൂടുതൽ എഫോർട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് കഴിവില്ല എന്നാണ്. ഇപ്പുറത്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ എഫോർട്ട് എടുത്താലേ എനിക്ക് കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി പറ്റും, അതുകൊണ്ട് അവർ കൂടുതലായിട്ട് എഫോർട്ട് എടുക്കും. അതുപോലെ ചലഞ്ചേഴ്സ് വരുന്ന സമയത്ത് അവർ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകൾ എൻറ്റിറ്റി തിയറിക്കാർ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഇവരെന്ത് ചെയ്യും, ചലഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഫെയിലിയർ വരുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും, പെട്ടെന്ന് ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇത് ഇന്റലിജൻസ് ഫിക്സ്ഡ് ആണ്, എന്നെ കൊണ്ട് പറ്റൂല എന്ന് അവരെന്ത് ചെയ്യും, മനസ്സിലുറപ്പിക്കും. ഇവർ ഫെയിലിയർ വന്നാലും ആ മിസ്റ്റേക്സ് ഒന്ന് പഠിച്ചിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. അതുപോലെ മറ്റുള്ളവരുടെ സക്സസ്സിൽ എൻറ്റിറ്റി തിയറിക്കാർക്ക് ഒരു ത്രെട്ടൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇൻക്രിമെൻ്റൽ തിയറിക്ക് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബിലീഫുള്ള ആൾക്കാർ, എൻറ്റിറ്റി തിയറി ബിലീഫുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഒരു ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റലിജൻസിനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും, മറ്റൊരിത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമിന് തോറ്റു പോകുന്ന സമയത്ത് ഞാൻ തോറ്റത് എനിക്ക് ഇൻ്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റുപ്പിഡ് ആയതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നത് എൻറ്റിറ്റി തിയറിയിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇനി ഞാൻ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ബെറ്റർ ആവാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഞാൻ തോറ്റുപോയതെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് ഇൻക്രിമെൻ്റൽ തിയറിയിലാണ് വരിക. അടുത്ത തിയറി വരുന്നത് ടൈലറിൻ്റെ മോട്ടിവേഷൻ തിയറിയാണ്. ഇതിനെ നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയാറുണ്ട്. ഈ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ടൈലറാണ്. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെ ആൾക്കാരിലെ എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ട് വർക്കേഴ്സിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടൈലറിൻ്റെ ഐഡിയ. അപ്പോൾ ടൈലറിൻ്റെ ബിലീഫ് അനുസരിച്ചിട്ട് പൈസയാണ് ആൾക്കാരുടെ പ്രൈമറി മോട്ടിവേറ്റർ ആയിട്ട് വരുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പൈസയാണ് ആൾക്കാരുടെ പ്രൈമറി മോട്ടിവേറ്റർ ആയിട്ട് വരുന്നത്. എംപ്ലോയീസ് അതിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അവർക്ക് കുറേ പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് പണിയെടുക്കും. ആണ് പുള്ളിയുടെ ഐഡിയ വരുന്നത്. സിമ്പിൾ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് വരുന്നത് ഒന്ന്, നമ്മളെന്താണ് റൂൾ ഓഫ് തമ്പ് യൂസ് ചെയ്യാതെ, ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാതെ സയൻസ് യൂസ് ചെയ്യണം. അപ്പോൾ അതായത് ഷോർട്ട് കട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഓൾറെഡി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗസ് വർക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ഉള്ള റൂൾ ഓഫ് തംസ് എന്ത് ചെയ്യരുത്, നമ്മൾ ഫോളോ ചെയ്യരുത്.
സയന്റിഫിക്കലി എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യണം. അതായത് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് ആയിക്കോട്ടെ, ട്രെയിൻ ചെയ്യുന്നതായിക്കോട്ടെ, അതൊക്കെ മാക്സിമം എഫിഷ്യൻസി എത്തിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേസ് എൻഷുർ ചെയ്യണം. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്താണോ ആ ഒരു വേയിലായിരിക്കും നമ്മൾ ജോലി ചെയ്യേണ്ടത്. അതുപോലെ എംപ്ലോയീസും മാനേജേഴ്സും തമ്മിൽ ഒരു വർക്ക് ഡിവൈഡ് ചെയ്യണം. മാനേജർ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എംപ്ലോയീസിന് ടാസ്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയും മാനേജറും അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയും എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുകയും അവരുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ പൈസ കൊടുക്കേണ്ടത് റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും. അതായത് അവർ പണിയെടുക്കുന്ന എത്രമാത്രമാണോ അവരെടുക്കുന്ന പണിക്കുള്ള പൈസ വേണം നമ്മൾ അവർക്ക് കൊടുക്കുക. അവർ നന്നായി പണിയെടുക്കുകയാണെങ്കിൽ നന്നായി പൈസ കൊടുക്കുക, അവർ ഇച്ചിരിയെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി പൈസ കൊടുക്കുക. അങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഗോൾ സെറ്റിംഗ് തിയറിയാണ് ലോക്കിൻ്റെ. അപ്പോൾ ഈ ഒരു തിയറി അനുസരിച്ച് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ അവർ മനുഷ്യന്മാർ സെറ്റ് ചെയ്തിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഗോൾ അത് വെച്ചിട്ടാണ് നമ്മളെ മോട്ടിവേഷനും ബിഹേവിയറൊക്കെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആൾക്കാർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക അവരുടെ കയ്യിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉള്ള സമയത്താണ്. അല്ലാതെ നമ്മളെടുത്ത് നന്നായിട്ട് ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേഗമായിട്ടുള്ള കാര്യം പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ ഞാനിപ്പോൾ തീരുമാനിക്കുകയാണ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം, ഇത് തീരുമാനിക്കുന്നതിനേക്കാളും 80% അല്ലെങ്കിൽ 90% അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം, ഒരു 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 സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് വരുന്നത് ഒന്ന് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ എന്തായിരിക്കണം, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അൺആംബിഗസ് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ടൂവെൽ എന്നതിനേക്കാളും എക്സാക്റ്റ് ആയിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് പറയാൻ വേണ്ടി പറ്റണം. നമ്മൾ സ്മാർട്ട് ഗോൾ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ. ചലഞ്ച്, ആ ഒരു ഗോളിന് ഒരു ഹൈ പെർഫോമൻസ് വേണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചൊരു ഡിഫിക്കൽട്ടി വേണം. ഭയങ്കര ഈസി ആവരുത്, ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരിക്കണം, പക്ഷേ ചലഞ്ചിങ് ആയിട്ടുള്ള ഗോളായിരിക്കണം. പിന്നെ കമ്മിറ്റ്മെൻ്റ് ആണ്. അവിടെ നമുക്ക് എന്താണ് ഒരു ഗോളുമായിട്ട് നമുക്ക് പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ട് ഫീൽ ചെയ്യണം. പിന്നെ വരുന്നത് ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നമ്മളവർക്ക് ചെയ്യുന്ന കാര്യം ശരിയാണോ അല്ലേ എന്നുള്ളതിന് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ലാസ്റ്റത്തെ ടാസ്ക് കോംപ്ലക്സിറ്റി ആണ്. ഇവിടെ ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ അതിന് എക്സ്ട്രാ ടൈമും എക്സ്ട്രാ ലേണിങ്ങും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗോളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോൾ സെറ്റിംഗ് തിയറിയുടെ പാർട്ടായിട്ട് വരുന്നത്: ക്ലാരിറ്റി, ചലഞ്ച്, കമ്മിറ്റ്മെൻറ്റ്, ഫീഡ്ബാക്ക്, ടാസ്ക് കോംപ്ലക്സിറ്റി. അതുപോലെ ഗോൾസിൽ നമുക്ക് ഔട്ട്കം ഗോളും ഉണ്ടാവും, പെർഫോമൻസ് ഗോളും ഉണ്ടാകും, പ്രോസസ് ഗോളും ഉണ്ടാകും. ഔട്ട്കം ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ ഫൈനൽ റിസൾട്ട് ആയിരിക്കും അവിടെ വരുന്നത്. ഒരു എക്സാം പാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഔട്ട്കം ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പെർഫോമൻസ് ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പെർഫോമൻസിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എത്ര മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ എത്ര വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെ. പ്രോസസ് ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആണ്. എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും, അല്ലെ എല്ലാ ദിവസവും ഇത്ര സമയം ഞാൻ ഇവിടെ ജിമ്മിൽ പോകും, അങ്ങനെയൊക്കെയുള്ളതാണ് പ്രോസസ് ഗോളിൽ വരിക. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ എങ്ങനെയായിരിക്കണം, സ്മാർട്ട് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, എക്സാക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. എത്ര അളവിൽ എത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. മെഷറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രോത്ത്, അല്ലെ നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അളക്കാൻ വേണ്ടി പറ്റണം. നമ്മളിപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ 10 കിലോ എന്ന് പറഞ്ഞാൽ 10 കിലോനെ പറ്റിയിട്ടുള്ള ചേഞ്ച് എനിക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഞാനിപ്പം എല്ലാ ദിവസവും 2 മണിക്കൂർ വീതം വർക്കൗട്ട് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ആ 2 മണിക്കൂർ മെഷറബിൾ ആയിരിക്കണം. അതുപോലെ ഇത് അറ്റൈനബിൾ ആയിരിക്കണം, എന്നെക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റണം, അതിനുള്ള റിസോഴ്സും സ്കില്ലൊക്കെ അവൈലബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഒരു സെറ്റുമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണായിട്ട്, എൻ്റെ ഒരു സെൻസ് ഓഫ് സെൽഫുമായിട്ട് അത് റെലവൻ്റ് ആയിട്ട് വരണം. എൻ്റെ ഒരു ലൈക്ക് ഓവറോൾ ആയിട്ടുള്ള ലൈഫിൽ സെറ്റപ്പ് ഉണ്ടാവുമല്ലോ, അതുമായിട്ട് റെലവൻ്റ് ആയിരിക്കണം. പിന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. നമുക്ക് എന്താണ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ടൈം പീരീഡിൻ്റെ ഉള്ളിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. പിന്നെ അത്രയാണ് നമുക്കിപ്പം സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം വരുന്നത് ഡ്രൈവ് റിഡക്ഷൻ തിയറിയാണ്. ഡ്രൈവ് റിഡക്ഷൻ തിയറി എത്തുന്ന സമയത്ത് ഹള്ളിൻ്റെ തിയറിയാണ്. ഈ ഒരു തിയറി ശരിക്കും ലേണിങ്ങിൻ്റെ ആയിട്ട് കുറച്ചും കൂടെ കണക്ഷൻ ഉള്ള ഒരു തിയറിയാണ്, ലേണിങ്ങിൻ്റെ തിയറിയായിട്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ്റെ പാർട്ടിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി പറയുന്നത്. ഇതനുസരിച്ചിട്ട് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു ഡ്രൈവ് ഉണ്ടാകും. ആ ഡ്രൈവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നമുക്ക് ഡ്രൈവ് സാറ്റിസ്ഫൈ ചെയ്യും, അപ്പോൾ നമുക്ക് സമാധാനം കിട്ടും. അപ്പോൾ ഒരു നീഡ് ഉണ്ടാകും, ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ളൊരു നീഡ്, വാട്ടറിന് വേണ്ടിയിട്ടുള്ളൊരു നീഡ്. അതെന്തായാലും ഡ്രൈവ് ആകുന്ന സമയത്ത് ഹങ്കർ, തേഴ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡ്രൈവായിട്ട് ഒരു ടെൻഷനായിട്ട് മാറും. അതുവഴി നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈവ് റെഡ്യൂസിങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കും, മീറ്റിംഗ്, ഡ്രിങ്കിങ് ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
സാറ്റിസ്ഫൈഡ് ആകും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു നീഡ് വരും, പിന്നെ നമ്മൾ ഈ പണി തുടങ്ങാൻ. അങ്ങനെയാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി വരുന്നത്. അപ്പോൾ പുള്ളി പറയുന്ന അനുസരിച്ച് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ അല്ലെങ്കിൽ അറോസലാണ്, ഒരു ബയോളജിക്കൽ നീഡ് വഴി ഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ അല്ലെങ്കിൽ അറോസലാണ്. ഹങ്കർ, തേഴ്സ്റ്റ്, പെയിൻ, ഇതൊക്കെ ഡ്രൈവാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈവ് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഇത് ഒരു ഓർഗാനിസത്തിനെ ഒരു സ്പെസിഫിക് വേയിൽ, അതായത് ആ ഒരു ഡ്രൈവ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഡ്രൈവിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറിയും സെക്കൻഡറി. പ്രൈമറി ഡ്രൈവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇന്നേറ്റ്സ് ആയിട്ടുള്ള, അൺലേൺഡ് ആയിട്ടുള്ള, സർവൈവലിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രൈവ് ആയിരിക്കും. ഹങ്കർ, തേഴ്സ്റ്റ്, പെയിൻ, സെക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സർവൈവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഷീസിൻ്റെ സർവൈവലിന്. അതുപോലെ ഇവരുടെ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഒരു ഡിപ്രിവേഷൻ്റെ ലെവൽ അനുസരിച്ചായിരിക്കും. നമ്മൾ 2 ദിവസം പട്ടിണി കിട്ടുക, അപ്പോൾ 2 മണിക്കൂർ നമ്മൾ വിശന്ന് ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഫുഡ് തിരയുന്നതും 2 ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഫുഡ് തിരയുന്നതും അതിൻ്റെ ലെവൽ ആ ഒരു ഡിപ്രിവേഷൻ അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ സെക്കൻഡറി ഡ്രൈവ് എന്ന് പറയുമ്പോൾ അത് ലേൺഡ് ആയിട്ടുള്ളത്, നമ്മുടെ അസോസിയേഷൻസ് ആയിട്ട്, പ്രൈമറി ഡ്രൈവ് ആയിട്ടുള്ള അസോസിയേഷൻ വഴി ലേൺ ചെയ്തിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, പവറിന് വേണ്ടിയിട്ടുള്ളത്, സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ളത്, ഇതൊക്കെ എങ്ങനെയാണ്? സെക്കൻഡറി ഡ്രൈവ് ആയിട്ട് വരുന്നതാണ്. അപ്പം പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവ് റിഡക്ഷന് ചുമ്മാ അങ്ങ് പറഞ്ഞു നിർത്താതെ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തു. അതുകൊണ്ട് പുള്ളിയുടെ തിയറിനെ മാത്തമാറ്റിക്കൽ ഡിഡക്റ്റീവ് തിയറി ഓഫ് ബിഹേവിയർ എന്ന് പറയും. അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്ര നമ്മളെ ഒരു റെസ്പോൺസിൻ്റെ പ്രൊബബിലിറ്റീനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫോർമുല അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ലൈക്ലിഹുഡ് ഓഫ് റെസ്പോൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സൈറ്റേറ്ററി പൊട്ടൻഷ്യൽ എന്നുള്ളത്. അപ്പോൾ എക്സൈറ്റേറ്ററി പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ SCR, എക്സൈറ്റേറ്ററി പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ്, അതാണ് ഇവിടെ വരുന്നത്. ഇപ്പം നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് അന്വേഷിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്, അതാണ് എൻ്റെ SERൽ വരുന്നത്. V എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലസ് ഇൻറ്റൻസിറ്റി ഡൈനാമിക്സ് ആണ്. അതായത് ആ ഒരു സ്പെസിഫിക് സ്റ്റിമുലസിൻ്റെ ഇൻഫ്ലുവൻസ് ലെവൽ എത്രത്തോളാണെന്നുള്ളതാണ് ആ ഒരു വിയിൽ വരുന്നത്. ഇനി D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് സ്ട്രെങ്ത് ആണ്. ഡ്രൈവ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു അറോസൽ, എത്ര ലെവലിൽ നമുക്ക് ഹങ്കർ, തേഴ്സ്റ്റ് എന്താണോ അത് ഫീൽ ചെയ്യുന്നുണ്ട്. K വരുന്നത് ഇൻസെൻറ്റീവ് മോട്ടിവേഷനാണ്. ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗോളിൻ്റെ സൈസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ഫുഡ് കിട്ടും അല്ലെങ്കിൽ എത്ര ടെക്കിസ്റ്റുള്ള ഫുഡാണ് കിട്ടുക, അതൊക്കെയാണ് കെയിൽ വരുന്നത്. J എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ ആണ്. അതായത് നമ്മൾ ആ ഒരു ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര പെട്ടെന്ന് നമുക്ക് ഫുഡ് കിട്ടും. ചില റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡ് വരാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം രാവിലെ ആകും. അപ്പം അങ്ങനെയുള്ള സമയത്ത് അവിടെ വലിയ ഡിലേ ഉണ്ടാകുന്നത്. ചിലത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും മുന്നേ സാധനം എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി എത്ര സമയം എടുക്കുന്നുള്ളതാണ്. പിന്നെ SHR എടുത്തു കഴിഞ്ഞാൽ ഹാബിറ്റ് സ്ട്രെങ്ത് ആണ്. ഇവനാണ് ഇവിടുത്തെ മെയിൻ ആണ്. ഹാബിറ്റ് സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബിഹേവിയർ പ്രീവിയസ് പ്രാക്ടീസിലൂടെ എത്രമാത്രം നമ്മൾ ലേൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം വിശന്നു, അപ്പോൾ അടുക്കളയിൽ പോയി നോക്കി ഫുഡ് കിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ഹാബിറ്റ്, വിശക്കുമ്പോൾ അടുക്കളയിൽ പോയി നോക്കുക എന്നുള്ള ഹാബിറ്റ് എന്തായി, അപ്പോൾ സ്ട്രെങ്തൻ ആയിട്ടുണ്ടാവും. അടുത്ത പ്രാവശ്യം വിശന്നു അടുക്കളയിൽ പോയി നോക്കി ഫുഡ് കിട്ടി, അപ്പോൾ നമുക്ക് എന്തായി, ആ ഹാബിറ്റ് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആയി. നെക്സ്റ്റ് ടൈം അപ്പോൾ വിശക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം തന്നെ അടുക്കളയിലോട്ട് പോകും. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഈ ഇത്ര എലമെൻറ്റ്സ് ആണ് പോസിറ്റീവായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുന്ന എലമെൻറ്റ്സ് ഉണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സിൽ ഒന്നാമത്തത് SIR ആണ്, കണ്ടീഷൻഡ് ഇൻഹിബിഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ നമ്മൾ ആ ഒരു കാര്യം ചെയ്ത സമയത്ത് നമുക്ക് റിവാർഡ് കിട്ടാത്തത് കാരണം ആ ഒരു റെസ്പോൺസ് ചെയ്യേണ്ട, ഇങ്ങനെ ബിഹേവിയർ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കുറേ ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടാവും. അതാണ് നമ്മുടെ ഈ ഒരു SIRൽ വരുന്നത്. പിന്നെ IR എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റീവ് ഇൻഹിബിഷനാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞിനെയാണെങ്കിൽ നമ്മൾ ആ മേസിലൂടെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫറ്റീഗും ബോളും ഒക്കെ ഉണ്ടാകും. എനിക്ക് മടുത്ത് എന്നുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ, ആ ഒരു ടാസ്ക് റിപ്പീറ്റ് ചെയ്ത് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഫിസിക്കൽ ഫറ്റീഗും ബോർഡവും കാര്യങ്ങളൊക്കെയാണ് റിയാക്റ്റീവ് ഇൻഹിബിഷനിൽ വരുന്നത്. പിന്നെ SORൽ വരുന്നത് ഓസിലേഷൻ ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റാൻഡം നോയ്സ് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ വരുന്ന കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, എക്സ്റ്റേണൽ ആയിട്ടുള്ളതായിരിക്കാം, നമ്മൾ ചെയ്യുന്ന സമയത്ത് വരുന്ന എറർ ആയിരിക്കാം. ഇപ്പോൾ മേസിൽ റൈറ്റിലോട്ട് പോണതിന് പകരം ഒന്ന്
ചെറുതായിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ടല്ല അപ്പുറത്തേക്ക് എന്ന് ചിന്തിക്കുന്നതായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ SLRൽ വരുന്നത് ത്രഷോൾഡ് ആണ്. അതായത് നമ്മുടെ ആ ഒരു ബിഹേവിയർ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം ലെവൽ ഓഫ് എനർജി റിക്വയർമെൻറ്റ് ആണ് ത്രഷോൾഡിൽ വരുന്നത്. അപ്പം ഇങ്ങനെ എല്ലാ എലമെൻറ്റും കൂടെ വരുമ്പോഴാണ് പുള്ളിയുടെ ഒരു ഇക്വേഷൻ വരുന്നത്, എക്സൈറ്റേറ്ററി പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിറ്റ് ഇൻ ടു ഡ്രൈവ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ ഒരു ഹാബിറ്റ് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്, SHR ഭയങ്കര കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു മോട്ടിവേഷൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഡ്രൈവ് കൂടുതലാണെങ്കിലും മോട്ടിവേഷൻ കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് നല്ല ഹൈ ഹൈ ആയിട്ടുള്ള ഈ ഒരു ഹാബിറ്റ് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ അവിടുത്തെ ഡ്രൈവ് ഭയങ്കര സീറോയാണ്. അതായത് നമ്മുടെ നമുക്കറിയാം അടുക്കളയിൽ പോയാൽ ഫുഡ് കിട്ടും, ആ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ നമുക്ക് വിശക്കുന്നില്ല, നമുക്ക് തീരെ വിശപ്പില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചുമ്മാ അടുക്കളയിൽ പോകില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആ ഒരു റിയാക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ ചെയ്യാനുള്ള സാധ്യത അവിടെ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ വരുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ സീറോ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ ബിഹേവിയർ എന്ത് സംഭവിക്കില്ല, അവിടെ ബിഹേവിയർ വരത്തില്ല. അപ്പോൾ ഈ ഒരു തിയറി പറയുന്ന അനുസരിച്ചിട്ട് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ റെയിൻഫോഴ്സ്മെന്റിന്റെ ജോലി ആ ഒരു ഡ്രൈവ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഫുഡ് എന്നുള്ളതാണ് റെയിൻഫോഴ്സ്മെന്റ് എങ്കിൽ വിശപ്പിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഫുഡിന്റെ ജോലി. അപ്പൊ നമ്മൾ ഈ ഒരു ഡ്രൈവ് കുറയുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ബിഹേവിയറിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി നമുക്ക് കുറവായിരിക്കും. വിശപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ എന്താകും, ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ് ഇവിടെ ഫോം ആകുക. അപ്പൊ നമ്മൾ ബിഗിനിങ്ങിൽ എന്തായിരിക്കും, മോട്ടിവേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ആ ഒരു പ്രോസസ്സിലൂടെ പോയി മെല്ലെ മെല്ലെ കുറയാൻ വേണ്ടി തുടങ്ങും. നമ്മൾ ആദ്യം നമുക്ക് വിശന്ന് തുടങ്ങുന്ന സമയം അങ്ങനെ കൂടി പിന്നെ കുറഞ്ഞു ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഡ്രൈവ് റിഡക്ഷൻ ഗ്രേഡിയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹോമിയോസ്റ്റാസിസ് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇന്റേണൽ സ്റ്റേറ്റ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുക, ഒരു ബയോളജിക്കൽ നീഡ് വരുന്നു. ഫുഡിന് വേണ്ടിയിട്ടുള്ള നീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡ് ആയിക്കോട്ടെ, അവിടെ നമുക്കൊരു ഇന്റേണൽ ആയിട്ടുള്ള ഡ്രൈവ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ടെൻഷൻ അല്ലെങ്കിൽ അറോസൽ വരും. അവിടെ നമ്മൾ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വിശപ്പ് മാറുമ്പോൾ നമുക്കൊരു ഡ്രൈവ് റിഡക്ഷൻ സംഭവിക്കുന്നു. പിന്നെ നമ്മളൊരു ഇന്റേണൽ ബാലൻസ് അച്ചീവ് ചെയ്തു, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അവിടെ ആ ഒരു റെയിൻഫോഴ്സ്മെന്റ് നമുക്ക് അവിടെ എന്തുണ്ടായി, നമ്മുടെ ഒരു ഹാബിറ്റ് സ്ട്രെങ്ത് കൂടുകയാണ്. അപ്പോൾ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് അന്വേഷിക്കണം എന്നുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം, അവിടെ കൂടുകയാണ് ഉണ്ടാവുന്നത്. അടുത്ത തിയറി വരുന്നത് അറോസൽ തിയറി ഓഫ് മോട്ടിവേഷൻ ആണ്. അറോസൽ തിയറി ഓഫ് മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അനുസരിച്ച് ഒരു ഓർഗാനിസത്തിന് ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അറോസൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ആ സമയത്താണ് ഇവരെന്ത് ചെയ്യുന്നത്, ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം ഒപ്റ്റിമം ലെവലിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറോസൽ ഭയങ്കര കുറവാണെങ്കിൽ നമ്മളത് കൂട്ടാൻ വേണ്ടി നോക്കും. നമ്മൾ ഭയങ്കര ബോറടിച്ച് അണ്ടർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടി നോക്കുമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പം ഭയങ്കരമായിട്ട് അറോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അറോസൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ആൻഷ്യസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നമുക്ക് ആ ഒരു ഒപ്റ്റിമൽ ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ശ്രമിക്കുന്നത്. ആ ഒരു ഒപ്റ്റിമൽ ലെവലിലാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് പോസിബിൾ ആകുക. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു ഡോട്ട്സൺസ് ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു ലോ പറയുന്ന അനുസരിച്ചിട്ട് പെർഫോമൻസ് അറോസൽ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും, പക്ഷേ അപ് ടു എ ഒപ്റ്റിമൽ പോയിന്റ് വരെ മാത്രം. ആ ഒരു ഒപ്റ്റിമൽ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ അവിടെ ഉണ്ടാവാൻ പോണത് എന്താണ്, ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും. ആദ്യം അറോസൽ കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് കൂടി വരും. പക്ഷേ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ഒപ്റ്റിമൽ ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറോസൽ കൂടുവാണെങ്കിൽ പെർഫോമൻസ് കുറഞ്ഞു വരും. ഇതുള്ളതാണ് നമ്മുടെ ഡോട്ട്സൺസ് ലോ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഭയങ്കര ലോ അറോസലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഭയങ്കര മടുത്ത് ഒന്നിനും വയ്യാണ്ട് ഏതെങ്കിലും ഒരു മുക്കിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാകും. അതിന് ശേഷം നമ്മൾ അറോസൽ കുറച്ച് കൂടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അതിനൊരു ഒപ്റ്റിമം അറോസൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവുക. പിന്നെ അറോസൽ കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുക, ഭയങ്കര ആൻഷ്യസ് ആവുക എന്നുള്ള സ്റ്റേറ്റിലോട്ട് എത്തും. അപ്പോൾ നമ്മൾ എന്താവും, നമ്മുടെ പെർഫോമൻസ് ഭയങ്കര കുറഞ്ഞ് നമ്മൾ ആകെ ഒരു ബ്രേക്ക് ഡൗണിലോട്ടൊക്കെ പോകുന്ന പോലെ ആയിരിക്കും. അടുത്ത തിയറി വരുന്നത് ബാലൻസ് തിയറിയാണ്. ബാലൻസ് തിയറി ഹെയ്ഡറിൻ്റെ ഒരു തിയറിയാണ്.
ഗസ്റ്റാൾ സൈക്കോളജിയിൽ റൂട്ടഡ് ആയിട്ട് വരുന്ന തിയറിയാണ്. അപ്പോൾ ഈ ഒരു തിയറി പറയുന്ന അനുസരിച്ച് ആൾക്കാർ എങ്ങനെയാണ് ഒരു കൊഗ്നിറ്റീവ് കൺസിസ്റ്റൻസി അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്പിലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്സ്, ഒരു ഒബ്ജക്ട്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്സ് തമ്മിലൊക്കെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ തിയറിയിൽ ഒരു POX ട്രയാഡ് വരുന്നുണ്ട്. POX എന്ന് പറയുമ്പോൾ 3 എലമെന്റ്സ്. P എന്നാൽ പേഴ്സൺ അല്ലെങ്കിൽ സെൽഫ്. O എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ പേഴ്സൺ, വേറൊരാൾ. ആൻഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആകാം, ഒരു ഐഡിയ ആകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആകാം. ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ഫേവറേറ്റ് ആയിക്കോട്ടെ ഉള്ള ഒരു ആക്ടർ ആയിക്കോട്ടെ. ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫെമിനിസം ബ്ലാ ബ്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഐഡിയാസ് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയാസ് ആയിക്കോട്ടെ. അങ്ങനെ ഓരോ സാധനത്തോടുമാണ് എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് 8 പോസിബിൾ റിലേഷൻഷിപ്പ് പാറ്റേൺസ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 8 എണ്ണം പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള 4 പാറ്റേൺസ് അല്ലെ ട്രയാഡ്സും, ബാലൻസ്ഡ് അല്ലാത്ത അൺബാലൻസ്ഡ് ആയിട്ടുള്ള 4 പാറ്റേൺസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ട്രയാഡിനെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓഡ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഓഡ് നമ്പറിലാണ് വരുന്നതെങ്കിൽ ബാലൻസ്ഡ് ആയിരിക്കുന്നു. ഇനി ഓഡ് നമ്പർ അല്ലെങ്കിൽ നമ്മളവിടെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ട്രയാഡ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് പാറ്റേൺസ് അൺബാലൻസ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ഓഫ്കോഴ്സ് നമുക്ക് ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യും, ഡിസ്കംഫോർട്ട് വരും. ആ ഒരു ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ബാലൻസും അൺബാലൻസ്ഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ വരുന്നത് വെച്ചാൽ, ഇവിടെ പേഴ്സൺ ആൻഡ് ഒബ്ജക്റ്റ്, പേഴ്സൺ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പേഴ്സൺ ഉണ്ട്, അതർ ഉണ്ട്, ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്ട്രാ പേഴ്സൺ ആയിട്ട് വരുന്നത് ഞാൻ മമ്മൂട്ടിനെ എടുക്കുകയാണേ. അപ്പം ഞാനാണിത്. ഓക്കെ, ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടമാണ്, എനിക്ക് മമ്മൂട്ടീനെ ഇഷ്ടമാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മമ്മൂട്ടീനെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല, നമ്മൾ ഓക്കെ. ഇനി ഈ പാറ്റേൺ ആൾക്കാരൊന്നും മാറുന്നില്ല. എനിക്ക് മമ്മൂട്ടീനെ ഇഷ്ടമല്ല, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ഇതെൻ്റെ എനിമിയാണ്. എനിക്ക് എൻ്റെ എനിമീനെ ഇഷ്ടമല്ല, എൻ്റെ എനിമിക്ക് മമ്മൂട്ടീനെ ഇഷ്ടമാണ്. അതിനോട് എനിക്കിപ്പോൾ എന്താ, എനിക്ക് എന്തായാലും ഇവളെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് ആരും ഇഷ്ടപ്പെട്ടാലും എനിക്ക് എന്താ കുഴപ്പം? അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവളെ എന്തല്ലേ എനിക്ക് ഇഷ്ടമല്ല, ഇത് വേറൊരു പേഴ്സണാണ്. എനിക്ക് മമ്മൂട്ടീനെ ഇഷ്ടമാണ്, ആൻഡ് എനിക്ക് ഇവളെ ഇഷ്ടമല്ല. പക്ഷേ ഇവൾക്ക് എന്തില്ല, മമ്മൂട്ടീനെ ഇഷ്ടമല്ല. അതും എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് ഇവളെ ഇഷ്ടമല്ലല്ലോ. ഇനിയിപ്പോൾ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, എനിക്ക് മമ്മൂട്ടീനെ ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഇഷ്ടമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനാണെങ്കിൽ മമ്മൂട്ടീനെ ഇഷ്ടമല്ല. അപ്പോൾ എനിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും മമ്മൂട്ടീനെ ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഒരു ബാലൻസ് ഉണ്ടാകണം. എനിക്കൊരാൾ ഇഷ്ടമല്ല, അയാൾക്ക് മറ്റൊരാൾ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമില്ലെങ്കിലും എനിക്കത് വിഷയമില്ല. പക്ഷെ എനിക്കൊരാൾ ഇഷ്ടമാണ്, പക്ഷേ അൺബാലൻസ്ഡ് പറയാം. അപ്പോൾ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ട്രയാഡ്സ് എങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് അർത്ഥം, ഇത് ഞാൻ. അപ്പോൾ എനിക്ക് മമ്മൂട്ടീനെ ഇഷ്ടമല്ല, ആൻഡ് എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മമ്മൂട്ടീനെ ആർക്കും ഇഷ്ടമാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്കൊരു സുഖമല്ലല്ലോ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇഷ്ടമല്ല, പക്ഷെ ഇയാൾക്ക് എന്താണ് ഈ ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഓർക്കാം, നമ്മളോട് ഭയങ്കര ദ്രോഹം ചെയ്തിട്ടുള്ള, നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ എക്സ് എന്ന് പറഞ്ഞത്. മമ്മൂട്ടിയല്ല, വേറൊരു ദുഷ്ടത്തി. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുള്ള, നമ്മൾ അത്രയും ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇയാളെ ഇഷ്ടമല്ല. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഇയാളെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം, നമ്മളെ അത്രയും ഉപദ്രവിച്ചതാണെങ്കിൽ കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ചെറിയ എന്തെങ്കിലും ഒരു വാക്ക് തർക്കം അങ്ങനെയല്ല, നമ്മൾ അത്രയും ഹാം ചെയ്ത് നമ്മൾ അങ്ങനെ നശിപ്പിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. എന്നിട്ട് അവർക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെറിയൊരു കല്ലുകടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതാണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു ബാലൻസിലുള്ള പ്രശ്നം. പിന്നെ വരുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇതൊരു സാധനം എന്തെങ്കിലും ഒരു, അപ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടമാണ്, എനിക്ക് ഈ ഒരു വസ്തുവിന് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്തല്ല, ഇയാളെ ഇഷ്ടമല്ല. ഈ അടുത്ത് റീൽസിലെ ഒരു മിഡ് ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ട്രെൻഡ് വരുന്നതനുസരിച്ചിട്ട് ഈ ഒരു കോമ്പിനേഷൻ അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ എന്ത് പറയും, നമുക്ക് നമ്മുടെ ഒരു ട്വിന്നിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മളും ഈ ഒരു അതർ പേഴ്സണും തമ്മിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കണക്ഷൻ ഉണ്ട്, നല്ലൊരു ഇഷ്ടമുണ്ട്. ആൻഡ് ഈ ട്വിൻ എന്ത് ചെയ്യും, നമുക്ക് ട്വിന്നായിട്ട് തോന്നിയൊരു പേഴ്സൺ നമുക്ക് അടിപൊളിയായിട്ട് തോന്നിയൊരു സംഭവത്തിന് കൊള്ളത്തില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് എന്താണ്, അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതാണ് ആ ഒരു മിഡ് ട്രെൻഡിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ട്രയാഡിൽ അടുത്തത്. ഇപ്പോൾ എനിക്ക് ഒരു മമ്മൂട്ടീനെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്ക് ഈ പേഴ്സണെ ഇഷ്ടമല്ല, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. പക്ഷെ ഇയാൾക്ക് എന്താണ്, മമ്മൂട്ടീനെ ഇഷ്ടമാണ്.
ഇവർ തമ്മിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, അതുപോലെ തന്നെ എനിക്ക് മമ്മൂട്ടീനെ ഇഷ്ടമല്ല, ഇയാൾക്കും മമ്മൂട്ടീനെ ഇഷ്ടമല്ല. അപ്പോഴും നമുക്ക് എന്താണ്, നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്നതല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും എക്സ്ട്രീം ആയിട്ടുള്ള എലമെന്റ്സ് വെച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ബാലൻസ് റീസ്റ്റോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന്, നമുക്ക് ആറ്റിറ്റ്യൂഡ്, ആ ഒരു മറ്റേ പേഴ്സണോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ആ ട്വിൻ ഐഡിയ എടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ തോന്നിയിട്ടുണ്ടാവും ഇയാൾ എൻ്റെ ട്വിൻ ഒന്നല്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മറ്റേ പേഴ്സണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനോടുള്ള, എനിക്ക് വേണേൽ എൻ്റെ മമ്മൂട്ടിനോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളത് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് കോൺഫ്ലിക്റ്റ് അത്രമാത്രം നമ്മളെ ഒരു എന്താണ്, ആ ഒരു കോൺഫ്ലിക്റ്റ് അത്രമാത്രം വലിയ കാര്യമൊന്നുമില്ല, അത് മൈൻഡ് ആക്കേണ്ട ഒന്നുമില്ല എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതാണ്. പിന്നെയുള്ളത് കോൺഫ്ലിക്റ്റിംഗ് എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പാർട്സിനെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നോ സിറ്റുവേഷനിൽ നിന്നോ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഐസൊലേറ്റിംഗ് കോൺഫ്ലിക്റ്റ് പാറ്റേൺസ് വരുന്നത്. പിന്നെ ഇമോഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ